ഇന്നത്തെ രാത്രിയിലെ ദൈവവചനാധ്യാനത്തിനായിട്ട് സങ്കീർത്തനങ്ങൾ 115 സാംസ് 115 വേഴ്സസ് 3-7 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പാടാം. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവിടുന്ന് ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ടുകൊണ്ട് സംസാരിക്കുന്നതുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ, 8-ാമത്തെ വാക്യം കൂടെ ഞാൻ വായിക്കുന്നു, അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെ ആകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. പരിശുദ്ധ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഇന്നത്തെ രാത്രിയുടെ ഞങ്ങൾ വീണ്ടും ആയിരിക്കുന്ന കർത്താവേ, അങ്ങയുടെ മഹത്വത്തെ ഇന്നത്തെ രാത്രി അങ്ങയുടെ ആത്മാവിൻ്റെ കരുണയാൽ സഹായത്താൽ കാണുവാൻ ശ്രേഷ്ഠമേറിയ മഹത്വത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി അവിടുന്ന് വലിയവനായ, എത്ര വലിയവനായ ദൈവമെന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ അങ്ങേക്ക് പാടി സ്തോത്രം ചെയ്യുവാൻ മുന്നോട്ടുള്ള നാളുകളിൽ തിരുസന്നിധിയിൽ ആരാധിക്കുന്ന ജനമായി കർത്താവെ, വീണ്ടെടുക്കപ്പെട്ട ജനത്തിൻ്റെ മഹത്വത്തോടെ ഞങ്ങൾ ജീവിപ്പാൻ കർത്താവ് സഭയായി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കേട്ട തിരുവചനം എത്ര ശ്രേഷ്ഠമേറിയ വചനമാണ്. അങ്ങയുടെ മഹത്വം എത്ര വലിയതാ കർത്താവെ. ഇന്നത്തെ രാത്രി ആ മഹത്വത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തുയേശുവിനെ ഞങ്ങളുടെ മധ്യത്തിൽ മഹിമപ്പെടുത്തിക്കാട്ടെ. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാം. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവിടുന്ന് ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും ആകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ടുകൊണ്ട് സംസാരിക്കുന്നതുമില്ല. ഫ്രം ദ വെരി ഫസ്റ്റ് പേജ് ഓഫ് ദി സ്ക്രിപ്ചേഴ്സ്, ബൈബിളിൻ്റെ ആദ്യത്തെ പേജ് മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സംസാരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ലോകത്തിൽ മറ്റുള്ള വിഗ്രഹങ്ങളും അല്ലാത്തതുമായ ജാതീയ ദേവന്മാരിലേക്ക് നോക്കി നമ്മുടെ ദൈവവുമായിട്ടൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഒരൊറ്റ വ്യത്യാസം മാത്രമാണ് കാണുന്നത്. എന്താണെന്നറിയാമോ? നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്, അവരുടെ ദൈവങ്ങൾ സംസാരിക്കുന്നില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, സംസാരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാകുന്ന നമ്മളും സംസാരിക്കാത്ത ദേവന്മാരുടെ മക്കളാകുന്ന ഈ ലോകത്തിൽ ശേഷിച്ചവരും തമ്മിലൊരു വ്യത്യാസവുമില്ലേ? നമ്മളെ കണ്ടാൽ ഇത്ര വലിയവനായ ഒരു ദൈവത്തിൻ്റെ മക്കളാണെന്ന് മറ്റുള്ളവർ പറയത്തക്കവണ്ണമുള്ള ഏതെങ്കിലും ഒരു ശ്രേഷ്ഠത നമ്മുടെ ജീവിതത്തിലുണ്ടോ? ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. He is a God who speaks. He is a God who communicates with his people. തൻ്റെ ജനത്തോട് അനുദിനം സംസാരിക്കുന്ന ദൈവമാണ്. What happens when God speaks? ദൈവം സംസാരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അതാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആദ്യത്തെ പേജിൽ, the very first page talks about that. When God speaks, what happens? ദൈവം സംസാരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു ഭൂമിയുടെ അന്നത്തെ അവസ്ഥ. How was earth at that time? When God started speaking, the earth was shapeless. It was formless. It was covered by utter darkness. രൂപമില്ലാത്ത, സദൃശ്യങ്ങളില്ലാത്ത, മനോഹരമല്ലാത്ത, തകർന്നു പോയിരിക്കുന്ന, അന്ധകാരം വാഴുന്ന ഒരു ഉപരിതലം മാത്രമായിരുന്നു ഭൂമി. ആ ഭൂമിയെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആകർഷിക്കത്തക്കവണ്ണം ഒന്നുമില്ല. പക്ഷെ ഭൂമിയെ അങ്ങനെയല്ല സൃഷ്ടിച്ചത്. നമുക്ക് ദൈവവചനത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം താഴേക്ക് വായിച്ചു വരുമ്പോൾ 18-19 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. പിന്നെ എങ്ങനെ ഭൂമി ഈ രൂപത്തിലായി എന്നുള്ളത് നമുക്ക് പലർക്കും അറിയാം. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ
ഈ ദൈവവചനം ധ്യാനിച്ചിട്ടുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം എന്തെങ്കിലും സൃഷ്ടിച്ചാൽ അത് മനോഹരമായിട്ട് തൻ്റെ കണ്ണിന് ഇമ്പമാകുന്ന രീതിയിൽ മാത്രമേ ദൈവം സൃഷ്ടിക്കത്തുള്ളൂ. ഓൺലി ദി പെർഫെക്റ്റ് ആൻഡ് ഗുഡ് തിങ്സ് കം ഔട്ട് ഓഫ് ഗാഡ്. ദൈവത്തിൽ നിന്ന് ഏറ്റവും നല്ലത് മാത്രമേ വരൂ. ഒരിക്കലും ഷേപ്പ്ലെസ് ആയിരിക്കുന്ന, ഫോംലെസ് ആയിരിക്കുന്ന, എംപ്റ്റി ആയിരിക്കുന്ന, ഹോളോ ആയിരിക്കുന്ന, ഫുൾ ഓഫ് ഡാർക്ക്നെസ് ആയിരിക്കുന്ന ഒരു എർത്തിനെ ദൈവം സൃഷ്ടിക്കത്തില്ല. യെശയ്യാ പുസ്തകം 45-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, പാർപ്പിന് വേണ്ടിയാണ്, ടു ബി ഇൻഹാബിറ്റഡ്. അതിൽ ജനം അധിവസിക്കുന്നതിന് വേണ്ടിയാണ്, അതിൽ ജീവൻ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്. അപ്പോൾ ഭൂമി ഇങ്ങനെയായത് എങ്ങനെയാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അത് പിശാചിൽ പാപം കടന്നു വന്ന് ദൈവത്തിന്റെ ദൂതനായിരുന്ന ആ ആർക്കേഞ്ചലിന്റെ ഉള്ളിലേക്ക് പാപം കടന്നു വന്ന് അവനിലേക്ക് ശാപം കടന്നു വന്ന്, നമുക്കറിയാം അവിടെ വലിയ വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. യെശയ്യാ പുസ്തകം 14-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ, അതിനോട് ചേർത്ത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അത് രണ്ടും കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്കൊരു വലിയ സംഭവം സ്വർഗത്തിൽ നടന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. സാത്താനെയും അവരുടെ ദൂതന്മാരെയും, 3-ലൊന്ന് ദൂതന്മാരെയും സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് വെട്ടി താഴേക്കിടുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. ആ സമയത്ത് സംഭവിച്ചത് എന്തോ ഒന്നാണ് ഈ ഭൂമി പാഴും ശൂന്യവുമായി പോകുവാനുള്ള കാരണം. ഹല്ലേലൂയ. എൻ്റെ പോയിന്റ് അതല്ല ദൈവമക്കളെ. പാഴും ശൂന്യവുമായിരുന്ന, പ്രയോജനമില്ലാതിരുന്ന, അന്ധകാരം നിറഞ്ഞിരുന്ന, ഇതിനെക്കൊണ്ട് ഒരു പ്രയോജനവും ഇനി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിരുന്ന ഒന്നിനെ നോക്കിക്കൊണ്ട് ദൈവം സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ ഓരോ ദിവസവും അവിടെ നടന്ന അത്ഭുതങ്ങളാണ് 1-ാമത്തെ പേജിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. When God speaks, something happens. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ദൈവം എൻ്റെ ജീവിതത്തെ നോക്കി, നിന്റെ ജീവിതത്തെ നോക്കി, എൻ്റെ സാഹചര്യങ്ങളെ നോക്കി, നിന്റെ സാഹചര്യങ്ങളെ നോക്കി ദൈവം സംസാരിക്കുമ്പോൾ അവിടുത്തെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. ഇന്നും നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും മറക്കരുത്. It is the responsibility of God's people that is to listen to their speaking God. നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് അറിയാമോ? ഈ സംസാരിക്കുന്ന ദൈവത്തെ കേൾക്കുവാൻ നമ്മൾ തയ്യാറാകണം. ദൈവം എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മൾ ശാന്തമായി ഒന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്താൽ, ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടം ഒന്ന് നോക്ക്, അല്ലെങ്കിൽ കർത്താവിനെ അറിഞ്ഞ കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള നാളുകളൊന്ന് നോക്കിക്കേ. ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മുടെ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്? അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം മൊത്തം നമ്മൾ ദൈവശബ്ദം കേട്ടിട്ടുണ്ട്? നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറാത്തതിന് മറ്റു വേറെ കാരണങ്ങൾ വല്ലതും വേണോ ദൈവമക്കളെ? നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറാത്തത്, നമ്മളിൽ സമാധാനം വരാത്തത്, സന്തോഷം വരാത്തത്, നാളേക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യാശയും ഇല്ലാത്തത്, ഇരുട്ട് നമ്മുടെ ജീവിതത്തിൽ മൂടിക്കിടക്കുന്നതിന്റെ കാരണം, പാഴും ശൂന്യവുമായി നമ്മുടെ ജീവിതത്തിന്റെ അധ്വാനം മാറുന്നതിന്റെ കാരണം, നമ്മുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കടന്നു വരാത്തതിന്റെ കാരണം, അനേക വാഗ്ദത്തങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. ഈ വാഗ്ദത്തങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാത്തതിന് കാരണം എന്തെന്നറിയാമോ? ദൈവശബ്ദം നമ്മൾ കേൾക്കുന്നില്ല, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത്, ദൈവം, നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. God speaks every single moment. God loves to speak. It is something like a dad loves to speak his child. Or a mom loves to speak her daughter. ഒരു പിതാവ് തന്റെ മകനോട് സംസാരിക്കുന്നത് പോലെ, ഒരു മാതാവ് തന്റെ മകളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് പോലെ, എല്ലാ ചെറിയ വിഷയങ്ങളിലും നമ്മളോട് സംസാരിക്കുവാൻ, നമ്മളോട് ഇടപെടുവാൻ, നമുക്ക് വഴി പറഞ്ഞു തരുവാൻ, നമ്മളെ ആശ്വസിപ്പിക്കുവാൻ, നമ്മളെ ബലപ്പെടുത്തുവാൻ, നമ്മളെ സന്തോഷിപ്പിക്കുവാൻ ദൈവം സംസാരിക്കുന്നവനായി നമ്മോട് കൂടെ ഉണ്ട്. പക്ഷെ പലപ്പോഴും അവന്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. There are some principles when we listen to God, when we hear God. ദൈവ ശബ്ദം കേൾക്കണമെങ്കിൽ അതിന് ചില തത്വങ്ങളുണ്ട്, അതിന് ചില നിബന്ധനകളുണ്ട്, അതിന് ചില പാറ്റേൺസ് ഉണ്ട്. There are some principles and we need to see that these principles are working in my life. ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ, ദൈവവചനത്തിന്റെ ഉടനീളം പരിശോധിച്ച് നോക്കുമ്പോൾ, ആരൊക്കെ ദൈവശബ്ദം കേട്ടിട്ടുണ്ടോ, എവിടെയൊക്കെ ദൈവം സംസാരിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ ദൈവപ്രവർത്തികൾ നടന്നിട്ടുണ്ടോ, ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ സർട്ടൻ പ്രിൻസിപ്പിൾസ്, ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ്. ദൈവത്തിൻ്റെതായിട്ടുള്ള ചില തത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത് എപ്പോഴും. ഹല്ലേലൂയ.
ഞാനൊരു കാര്യം ശാന്തമായിട്ട് നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മളെല്ലാവരും ദൈവമക്കളാണെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലേ? അതിനകത്ത് നമുക്ക് സംശയവുമില്ല. പക്ഷെ ദൈവശബ്ദം നമ്മൾ എത്ര പേര് കേൾക്കുന്നുണ്ട്? ദൈവശബ്ദം കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പ്രസംഗം കേൾക്കുക എന്നുള്ളതല്ല അർത്ഥം. ദൈവശബ്ദം കേൾക്കുക എന്ന് പറഞ്ഞാൽ ബൈബിൾ തുറന്നു വെച്ച് വായിക്കുക എന്നുള്ളതല്ല അർത്ഥം. ദൈവശബ്ദം, നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അതിനകത്ത് ഒരു ഡൗട്ടുമില്ല. നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു നിർത്തിയ വാക്ക് എന്താണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ സഹിതം എഴുന്നേറ്റ് എന്ന് പറയും, ഈ വാക്കാ ഇപ്പൊ പറഞ്ഞു നിർത്തിയതെന്ന്. ഇതാ ദൈവശബ്ദം കേൾക്കുക എന്ന് പറഞ്ഞാൽ. ദൈവം എന്താണ് നമ്മളോട് ഇടപെടുന്നത്? എന്താണ് എന്നോട് ദൈവം പറഞ്ഞത്? എന്നോട് കഴിഞ്ഞ രാത്രി ഇടപെട്ടത് എന്താണ്? കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കൽ മടക്കിയപ്പോൾ, ദൈവവചനവുമായി തിരുസന്നിധിയിൽ ഇരുന്നപ്പോൾ, ഞാൻ വാഹനം ഓടിച്ചു പോയപ്പോൾ, ജീവിതത്തിന്റെ വിവിധ അനുഭവങ്ങളിൽ കണ്ണുനീരൊഴുക്കിയപ്പോൾ, ഞാൻ നിലവിളിച്ചപ്പോൾ എന്നോട് ദൈവം സംസാരിച്ചത് എന്താണ് എന്ന പൂർണ്ണ ബോധ്യവും വ്യക്തതയും നമുക്കുണ്ടാവണം. അതാ ദൈവശബ്ദം കേൾക്കുക എന്ന് പറഞ്ഞാൽ. അതിനാണ് ഞാൻ പറഞ്ഞത്, ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, ചില തത്വങ്ങളുണ്ട്. നമ്മൾ അതൊന്ന് ആദ്യമായിട്ട്, ഞാൻ പെട്ടെന്ന് ഒരുപാട് വാക്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ ആ വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഈ ഓരോ പോയിന്റിലും ഓരോ വാക്യം അല്ലെങ്കിൽ 2 വാക്യം മാത്രം എടുത്താണ് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. There are hundreds of verses in the scriptures to support these things, but I don't take these verses, more verses, but I will take 1 or 2 in every point, just for us to understand. Hallelujah. 1 or 2 വാക്യങ്ങൾ മാത്രം ഓരോ പോയിന്റിലും പറഞ്ഞ് പെട്ടെന്ന് ഞാൻ മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുക. എന്താണ് ഒന്നാമത്തെ തത്വം എന്നറിയാമോ? What is the first principle when you are willing to listen to God? ദൈവത്തെ കേൾക്കുവാൻ തക്കവണ്ണം, ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് നാം ഒരു ഭാഗത്തേക്ക് മാറിയിരിക്കുക, അല്ലെങ്കിൽ ദൈവസഭയുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് സഭായോഗത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്, ഭവനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ്, സഭാ ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ സഹോദരങ്ങളോട് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഹൃദയത്തിൽ പറയുകയാണെന്ന് വെച്ചു, കർത്താവേ ഇന്നത്തെ പകൽക്കാലം എന്നോട് സംസാരിക്കണമേ, അങ്ങയുടെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ കർത്താവേ, എൻ്റെ ഹൃദയത്തോട് അങ്ങ് ഇടപെടണമേ കർത്താവേ എന്ന് നമ്മൾ പറയുമ്പോൾ ഓർക്കുക, അതിന് ഒന്നാമതൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. എന്താണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ? Listening involves both hearing and doing God's word. ദൈവശബ്ദം കേൾക്കുക എന്ന് പറഞ്ഞാൽ കേൾവി മാത്രമല്ല, അനുസരണയും അവിടെ ഉണ്ടാവണം. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുന്ന ഇതാ, അനുസരിക്കുവാൻ പാകപ്പെട്ട ഒരു ഹൃദയമാണോ നമ്മുടേത്? പ്രൈസ് ഗാഡ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സഹോദരങ്ങളെ, എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറയുക എന്ന് ചിന്തിച്ചോ, think that one of my friends, they are speaking to me. ഒരാൾ എന്നോട് പറയാന്ന് വെച്ചോ, റഞ്ജി you don't listen to me, റഞ്ജി you don't listen to me, റഞ്ജി നീ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നൊരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഐ എം നോട്ട് പേയിങ് അറ്റൻഷൻ ടു ഹിം. അവൻ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ മറ്റെന്തോ ശ്രദ്ധിക്കുക. ബട്ട് when I am speaking to my son the same word, എൻ്റെ മോനോട് ഞാനത് പറയാന്ന് വെച്ചോ, ഷോൺ you are not listening to me. What does it mean? എൻ്റെ മോനോട് ഞാൻ പറയുകയെന്ന് വെച്ചാൽ നീ എന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ നീ എന്നെ അനുസരിക്കുന്നില്ലെന്ന് എൻ്റെ അർത്ഥം. ശ്രദ്ധിക്കണമേ സഹോദരന്മാരെ, ഹിയറിംഗ് എന്ന വാക്ക്, ദൈവസന്നിധിയിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവശബ്ദം ഞാൻ കേൾക്കുക എന്ന് പറഞ്ഞാൽ ഈ ചെവി കൊണ്ട് കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, ഞാൻ കേട്ടത് അനുസരിക്കുക എന്നുള്ളതാണ് ആ വാക്യത്തിൻ്റെ പ്രധാനം. ദൈവശബ്ദം കേട്ട് പറയുവാനുള്ളതല്ല, ദൈവവചനം കേട്ടെടുത്തിട്ട് നമുക്ക് നോട്ട്സ് എഴുതുവാനുള്ളതല്ല, ദൈവശബ്ദം കേട്ടിട്ട് പ്രസംഗം പ്രിപ്പയർ ചെയ്യുവാനുള്ളതല്ല. ദൈവശബ്ദം കേട്ട് കഴിഞ്ഞാൽ ദൈവം തിരിച്ചൊന്ന് പ്രതീക്ഷിക്കുന്നു. അതെന്തെന്ന് ചോദിച്ചാൽ അനുസരണയാണ്. ആദ്യത്തെ നിബന്ധന ഇതാണ്, ഇറ്റ് ഇൻവോൾവ്സ് നോട്ട് ഓൺലി ഹിയറിംഗ് ബട്ട് ഒബേയിങ് ദി സ്ക്രിപ്ചേഴ്സ്. നമുക്കറിയാം ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം, നമുക്ക് സമയമുണ്ടെങ്കിൽ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം ഒന്ന് നിങ്ങൾ വായിക്കണം. പഴയ നിയമത്തിലെ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം. ആ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് വലിയ ചില തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു ജനത്തെ ദൈവം എത്രമാത്രം അവരെ സ്നേഹിച്ചുവെന്ന്, എത്രയെത്ര സമയങ്ങളിൽ അവരോട് സംസാരിച്ചെന്ന്, അവരുടെ മടങ്ങി വരവിന് വേണ്ടി ദൈവം എത്രമാത്രം കാത്തിരുന്നെന്ന്, ദൈവം അവർക്ക് കൊടുത്ത കാലഘട്ടം, സമയത്തിന്റെ കാലയളവ് എന്താണെന്ന്, അവരുടെ വിടുതലിന് വേണ്ടി ദൈവസന്നിധിയിൽ കഷ്ടം അനുഭവിച്ച ദൈവദാസന്മാരുടെ ജീവിതം, അവർ കടന്നുപോയ കഷ്ടതയുടെ അനുഭവം, ഇതൊക്കെ നമുക്ക് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുവാനായിട്ട് കഴിയും. ഈ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണ് ദൈവശബ്ദം കേൾക്കുന്നതിനുള്ള തത്വങ്ങൾ കൂടുതലായിട്ട് എഴുതിയിരിക്കുന്നത്. ഞാനൊരു വാക്യം എടുക്കട്ടെ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു.
എന്റെ വാക്കനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. I spoke to you in your prosperity, but you said, I will not listen. This has been your way from your youth, that you have not obeyed my voice. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. പലപ്പോഴും നമുക്കിഷ്ടം കഷ്ടകാലത്ത് ദൈവം നമ്മളോട് സംസാരിക്കാനാ. ലിസൺ ടു മീ മൈ ബ്രദേഴ്സ്, മൈ സിസ്റ്റേഴ്സ്. പലപ്പോഴും നമുക്ക് ഇഷ്ടം എന്തോന്നറിയാമോ? കഷ്ടകാലത്ത് ദൈവം സംസാരിക്കണം. ദാറ്റ് ഈസ് എ സെൽഫിഷ് മോട്ടീവ്. എന്തിനാണെന്നറിയാമോ? എൻ്റെ ദുഃഖം മാറാൻ വേണ്ടി, എൻ്റെ കണ്ണുനീര് മാറാൻ വേണ്ടി, തകർന്നിരിക്കുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം നീങ്ങാൻ വേണ്ടി. ഇറ്റ് ഈസ് എ സെൽഫ് സെൻറ്റേർഡ് ഡിസയർ ഫ്രം ഗാഡ്. നമ്മൾ ദൈവത്തിൽ നിന്ന് ആ ഒരു സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കുന്ന സ്വാർത്ഥതയോടുകൂടിയുള്ള ആഗ്രഹമാണ്. കർത്താവേ, കഷ്ടത്തിലായിരിക്കുമ്പോൾ നിന്റെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ. കർത്താവ് ഇവിടെ പറയുക, നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. When you were in your prosperity, നിന്റെ സമൃദ്ധിയുടെ നടുവിൽ, നിന്റെ നന്മകളുടെ നടുവിൽ, നീ സന്തോഷത്തോടെ ജീവിക്കുന്ന നാളുകളിൽ, നീ സുഖത്തോടെ ജീവിക്കുന്ന നാളുകളിൽ ഞാൻ നിന്നോട് അനവധി തവണ സംസാരിച്ചു, നിനക്ക് കേൾക്കുവാൻ മനസ്സ് വന്നില്ല. ശ്രദ്ധിക്കണം ദൈവമക്കളെ, ദിസ് ഈസ് എ പ്രിൻസിപ്പിൾ. കഷ്ടകാലത്ത് മാത്രമല്ല ദൈവസന്നിധിയിൽ നാം കൈമലർത്തേണ്ടത്. ആരോഗ്യം തരുമ്പോൾ, സുഖ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, എല്ലാം അനുകൂലമായി എന്ന് തോന്നുമ്പോൾ, ഒരു പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാതെ വരുമ്പോൾ, ചോദിച്ചതിനൊക്കെ ദൈവം ഉത്തരം തന്നു എന്ന് കരുതിക്കോ. അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടോ? ഇന്നത്തെ രാത്രി കേൾക്കണമേ. അല്ല എങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? അടുത്തൊരു പോയിന്റ് വരും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദൈവം എങ്ങനെയാണ് പെരുമാറുന്നതെന്നത്. എൻ്റെ ശുഭകാലത്തും എൻ്റെ ദുഃഖകാലത്തും ഞാൻ ഒരുപോലെ എൻ്റെ കർത്താവിനോടുകൂടെ വസിക്കും. എൻ്റെ ശുഭകാലത്തും എൻ്റെ ദുഃഖകാലത്തും ഒരുപോലെ ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കും. എൻ്റെ ശുഭകാലത്തും എൻ്റെ ദുഃഖകാലത്തും ഞാൻ ഒരുപോലെ കർത്താവിനെ സേവിക്കും. എൻ്റെ ശുഭകാലത്തും എൻ്റെ ദുഃഖകാലത്തും ഒരു വ്യത്യാസവുമില്ലാതെ ഞാൻ കർത്താവിൻ്റെ ദാസനും ദാസിയുമായിരിക്കും. മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. ദൈവം ആദ്യമായിട്ട് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഇതാണ്. കർത്താവിൻ്റെ ശബ്ദം കേൾക്കുക മാത്രമല്ല, അതനുസരിക്കുവാനുള്ള ആഗ്രഹമുണ്ടാകണം. പ്രൈസ് ഗാഡ്. ദൈവത്തെ നമ്മൾ അന്വേഷിക്കുന്നത് നമ്മുടെ ദുഃഖത്തിൻ്റെ സമയമായിരിക്കരുത്. മൈ ചിൽഡ്രൻ, ലിസൺ ടു മീ വെരി കെയർഫുള്ളി. വാട്ട് ഈസ് ദ ടൈം യു ആർ സീക്കിംഗ് ഫോർ ഗാഡ്? ഈസ് ഇറ്റ് ദ ടൈം ഓഫ് യുവർ നീഡ്? When you face some practical problems in your lives, when the exams are coming, you get panicking, and you think that the exams would be very difficult for you. So you are seeking the presence of God. You are seeking the help of God. It is at that time you are seeking God. God is saying, I am trying to speak to you in the time of your prosperity, but you have no time to listen to me. ഇവിടെ പറയുക, നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. എൻ്റെ വാക്കനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലമാ. ദൈവത്തിൻ്റെ ശബ്ദമാണ്, ദൈവത്തിൻ്റെ വചനമാ. നീ കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് നോക്കിക്കേ, നിന്റെ ചെറുപ്പകാലം മുതൽ നോക്കിക്കേ. ആ ചെറുപ്പകാലത്തിലുള്ള ശീലം തന്നെയാണ് ഇപ്പോഴും. ദൈവപൈതലായെന്ന് പറഞ്ഞിട്ടും അതിനൊരു മാറ്റവും വന്നിട്ടില്ല. കർത്താവിനെ അറിഞ്ഞെന്ന് പറഞ്ഞിട്ടും, കർത്താവിൻ്റെ സഭയിൽ വന്നു എന്ന് പറഞ്ഞിട്ടും, ദൈവപൈതലാണെന്ന് പറഞ്ഞിട്ടും, ദൈവദാസനാണെന്ന് പറഞ്ഞിട്ടും, ദൈവദാസിയാണെന്ന് പറഞ്ഞിട്ടും ആ ചെറുപ്പം മുതലുള്ള ശീലം അതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കർത്താവ് പറയുന്നത് അതിനൊരു മാറ്റം വരുത്തണം. ഹല്ലേലൂയ. നമുക്കായി ശുഭകാലവും ദുഃഖകാലവും ഉള്ളു. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ശുഭകാലവും ദുഃഖകാലവും ഇല്ല. കാരണം അവിടുത്തെ കൈകളിൽ രണ്ടും ഒരുപോലെ. ഒരൊറ്റ നിമിഷം മതി ശുഭകാലം ദുഃഖകാലമായി മാറാൻ, ഒരൊറ്റ നിമിഷം മതി ദുഃഖകാലം ശുഭകാലമായി മാറാൻ. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ തിരുവചനത്തിൻ്റെ മുമ്പിൽ ഇന്നത്തെ രാത്രികാലം നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, കഷ്ടതയിലാകുമ്പോൾ നിലവിളിക്കുവാനല്ല അങ്ങനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ശുഭകാലത്തും അങ്ങയുടെ സന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ. എൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥന എപ്പോഴും അത്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് വെയിറ്റിംഗ് ഫോർ മീ ടുമോറോ. And I don't worry about that at all, because I don't fear death. Anytime God calls me home, I am willing to go. I am more than happy to go to Him. Hallelujah. എൻ്റെ പ്രാർത്ഥന ഇത് മാത്രമാണ്. കർത്താവേ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം എത്തുമ്പോൾ ഇന്നത്തെക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ തീരരുത്. എനിക്കെപ്പോഴും തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കണം. നാളെ എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായി തീരുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുമോ? ഇല്ല. ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് പോലെ മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ. നമുക്ക് അങ്ങനെ പറയാൻ കഴിയണം സഹോദരങ്ങളെ. രണ്ടാമത്തെ പ്രിൻസിപ്പിളിലേക്ക് വരുമ്പോൾ, ലിസണിങ് ടു ഗോഡ്സ് ട്രൂ വോയിസ് ഈസ് എസെൻഷ്യൽ ഇൻ എ വേൾഡ് വെയർ മെനി ഫോൾസ് വോയിസസ് ആർ സ്പീക്കിംഗ്. മേക്ക് ഷുവർ ദാറ്റ് യു ആർ ലിസണിങ് ടു ഗോഡ്, നോട്ട് ടു എ ഹ്യൂമൻ ബീയിങ്, നോട്ട് ടു യുവർ ഓൺ ഫ്ലഷ്, നോട്ട് ടു യുവർ ഓൺ ഐഡിയ, നോട്ട് ടു യുവർ ഓൺ ഇമാജിനേഷൻസ്.
നിങ്ങൾ ദൈവശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തണം. മനുഷ്യന്റെ ശബ്ദത്തിന് കീഴ്പ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. നമ്മുടെ യുക്തികൾക്ക് കീഴ്പ്പെട്ടു പോകരുത്. നമ്മുടെ ജഡത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകരുത്. We don't worry about our spirit, we worry about our body. We want the prosperity of our body, well-being of our body. We don't care about the growth of our soul. നമ്മുടെ ആത്മാവിന്റെ വളർച്ചയല്ല നമ്മളിൽ പലർക്കും ആവശ്യം. നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ നമ്മുടെ ജഡത്തിന്റെ സുഖമാണ്. എനിക്ക് രോഗങ്ങൾ വരരുത്, എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരരുത്, എനിക്ക് പ്രശ്നങ്ങൾ വരരുത്, എനിക്കെല്ലാം സ്മൂത്തായിട്ട് നടക്കണം. നമ്മൾ പലപ്പോഴും പറയുന്നത് അങ്ങനെയല്ലേ, എല്ലാം എനിക്ക് സ്മൂത്തായിട്ട് നടക്കണം. നമ്മളിവിടെ റോഡിലും കാണാൻ വെച്ചാൽ അല്ലെങ്കിൽ ചർച്ചിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴോ ചർച്ചിലോട്ട് കടന്നു വരുമ്പോഴോ ഒരു സഹോദരനെയോ സഹോദരിയോ കണ്ടിട്ട് നമ്മൾ ചോദിച്ചേ, സഹോദരൻ എങ്ങനെയുണ്ട്, എന്തുകൊണ്ട് വിശേഷം? ഓ, എന്ത് ചെയ്യാൻ, ഇങ്ങനെയൊക്കെ കടന്നു പോകുന്നു. What does that mean? Is it about the spirit he is talking? Is it about the soul he is talking? Or is it about the well-being of his body? നമ്മുടെ ശരീരവുമായിട്ടുള്ള ബന്ധപ്പെട്ട സംഭവം എന്നോ പറയുന്നത്, അതോ നമ്മുടെ ആത്മാവിനെ കുറിച്ചാണോ പറയുന്നത്? To be honest, നമ്മൾ പറയുന്നത് നമ്മുടെ ഭൗതിക സന്തോഷത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താ സഹോദരി മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നത്? ഓ, എന്ത് പറയാനാ, നല്ല സുഖമൊന്നുമില്ലെന്ന്, എല്ലാം പ്രയാസങ്ങളും വിഷയങ്ങളും ഒക്കെ. നിങ്ങൾ ശ്രദ്ധിച്ച്, നമ്മൾ വറി ചെയ്യുന്നതെല്ലാം നമ്മുടെ ഭൗതികമായ ശരീരത്തെക്കുറിച്ചാണ്, നമ്മുടെ ഭൗതികമായതിനെക്കുറിച്ചാണ്. എത്ര നാൾ ഈ ഭൗതികമായതുണ്ട് സഹോദരങ്ങളെ? ഹൗ ലോങ് വിൽ യു ബി ഹാവിങ് ദിസ് ഫിസിക്കൽ മെറ്റീരിയൽ തിങ്സ് ഇൻ യുവർ ലൈഫ്? ഓൺലി ഫോർ എ ഷോർട്ട് ടൈം. We are supposed to worry about our eternal life. We are supposed to worry about the things which are going to be lasting forever. But we do worry about these temporal things. നമ്മൾ മറന്നു പോകരുത്. സൈന്യങ്ങൾ ജെറമ്യ 23:16 പറയുന്നു, Do not listen to the words of the prophets who prophesy to you, filling you with vain hopes. They speak visions of their own minds, not from the mouth of the Lord. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ നിങ്ങളോട് പ്രവചിക്കുന്നത്. ഇന്നിവിടെ എന്നോടൊന്ന് കേൾക്കണമേ ദൈവമക്കളെ. നമ്മൾ പലപ്പോഴും ഒരു മെസ്സേജ് കേൾക്കുകയെന്ന് വെച്ചാൽ ഫിസിക്കലി ഓർ വെർച്വലി ഓർ ഓൺലൈൻ ഓർ സംതിങ്, നമ്മൾ എവിടെയെങ്കിലും ഒരു ദൈവവചനം കേൾക്കുകയാണെന്ന് വെച്ചോ, നമ്മൾ പറയുന്നു വളരെ മനോഹരമായ വചനമായിരുന്നു കേട്ടോ, അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമായി ഇന്നത്തെ രാത്രി കേട്ടത്. ദൈവം സംസാരിച്ചെന്ന് നമ്മൾ പറയത്തില്ല, ദൈവം സംസാരിച്ചെന്ന് പറയത്തില്ല. നമ്മൾ പറയുന്നത്, ഓ, ഞങ്ങൾ കേട്ടത് എന്തോ ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനമായിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഹോണസ്റ്റായിട്ട് എന്നോട് പറഞ്ഞേ, വാട്ട് വാസ് ദ യാർഡ് സ്റ്റിക്ക്? എന്താണ് നമ്മുടെ ആ കമൻറ്റിൻ്റെ മാനദണ്ഡം? എന്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ പറഞ്ഞത് വളരെ മനോഹരമായ വചനമാണ് നമ്മൾ കേട്ടതെന്ന്? അത് നമ്മളെ ഉത്തേജിപ്പിച്ചു, നമ്മുടെ പ്രയാസത്തിൻ്റെ നടുവിൽ അത് ബലപ്പെടുത്തി. സത്യമാ, ഹല്ലേലൂയ. നമ്മുടെ ചില സാഹചര്യങ്ങളുടെ ഞെരുക്കത്തിൽ കടന്നു പോവുകയായിരുന്നു. നമ്മൾ കേട്ട്, നീ ഞെരുക്കണ്ട, നിന്റെ വഴിയെ വിശാലമാക്കാൻ പോവുകയാന്ന്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ദൈവമക്കളെ, നിങ്ങൾ കേട്ട ആ വചനം നിങ്ങളുടെ ചെവിക്കകത്തൂടെ കയറി നിങ്ങളുടെ ആത്മാവിന്റെ ഉള്ളിലേക്ക് തുളച്ചിറങ്ങി നിന്നോടൊരു ചോദ്യം ചോദിച്ചെന്ന് കരുതിക്കേ, സഹോദര സഹോദരി, ഈ നിമിഷം നീ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടാൽ, ഈ നിമിഷം കർത്താവ് വന്നാൽ നിന്റെ അവസ്ഥ എന്താകും എന്നൊരു ചോദ്യം കേട്ടിട്ടാണോ നീ പറയുന്നത് മനോഹരമായ വചനമാണ് ഞാൻ കേട്ടതെന്ന്? We love the prosperity of our flesh rather than the comfort of our soul. നമ്മുടെ ജഡത്തിൻ്റെ സന്തോഷമാണ് നമുക്ക് ആവശ്യം. നമ്മുടെ ജഡത്തിനൊരു പ്രശ്നവും വരരുത്. നമുക്ക് സുഖമായിട്ട് ഉറങ്ങണം, നമുക്ക് സുഖമായി സന്തോഷിക്കണം, സുഖമായി ജോലി ചെയ്യണം, സുഖമായി ഭക്ഷണം കഴിക്കണം, മറ്റു പ്രയാസങ്ങളോ മാരക രോഗങ്ങളോ നമുക്ക് വരരുത്. ഇങ്ങനെ കുറച്ചു കാലം മുന്നോട്ട് ജീവിക്കണം. ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് നേടാൻ കഴിയണം. ഞാൻ ഇഷ്ടപ്പെട്ട ആളിനെ എനിക്ക് കല്യാണം കഴിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരണം. ഹല്ലേലൂയ. ഞാൻ ഇഷ്ടപ്പെടുന്ന വാക്കുകൾ മറ്റുള്ളവരിനോട് സംസാരിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ. ആര് നമ്മുടെ ജഡത്തെ സന്തോഷിപ്പിച്ച് സംസാരിക്കുന്നുവോ അവരൊക്കെ നമുക്ക് സുഹൃത്തുക്കളായിത്തീരും. ആരെല്ലാം നമ്മളോട് സത്യം സംസാരിക്കുന്നുവോ അവരെല്ലാം നമുക്ക് ശത്രുക്കളായിട്ട് തീരും. ഇവിടെ കർത്താവിൻ്റെ വചനം പറയുക, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. അവർ നിങ്ങളോട് വ്യാജം ഉപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ നിങ്ങളോട് പ്രവചിക്കുന്നത്. God's true voice is essential in a world where many false voices are speaking. എങ്ങനെയാണ് നമ്മളെ സൂക്ഷിക്കുന്നതെന്ന് അറിയാമോ? ഒരൊറ്റ വഴിയിലേ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമോ?
രാത്രിയുടെ യാമങ്ങളിൽ, പകലിൻ്റെ യാമങ്ങളിൽ മുഴങ്കാലിൽ ഇരുന്നുകൊണ്ട് കർത്താവിനോട് പറയണം, കർത്താവേ എന്നോട് സംസാരിക്കണമേ, കർത്താവേ എന്നോട് സംസാരിക്കണമേ. മാൻ നീർത്തോടുകളിലേക്ക് പോകുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ഹല്ലേലൂയ. മഴയ്ക്കായി കാക്ഷിക്കുന്ന വേഴാമ്പലിനെ പോലെ ഹല്ലേലൂയ, ഞാൻ നിന്റെ വചനത്തിനായി ദാഹിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ വഞ്ചിക്കാൻ ഈ ലോകത്തിൽ ഒരു പ്രവാചകനും കഴിയത്തില്ല. Thus says the Lord. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് യഹോവ തന്നെയാണോ അരുളി ചെയ്യുന്നു എന്ന് തിരിച്ചറിയുവാൻ നിനക്ക് കൃപയുണ്ട്, നിനക്ക് കഴിവുണ്ട്. കാരണം നീ അനുദിനം ദൈവശബ്ദം കേൾക്കുന്നവനാണ്, ദൈവശബ്ദം കേൾക്കുന്നവളാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ നാളുകളിൽ ജഡത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജനമായി നമ്മൾ മാറരുത്. ഈ ജഡമെന്ന് പറയുന്നത് പൊടിയാണ്, ഇത് ഡസ്റ്റാണ്. This has no value. കഴിഞ്ഞൊരു നാളിൽ കേട്ടല്ലോ, മൺപാത്രമാ, ക്ലേ പോട്ട്സ് ആണിത്, ജാർസ് ഓഫ് ക്ലേ ആണിത്, വെറും മൺപാത്രമാണ്. ഈ മൺപാത്രത്തിന്റെ മേൽ പെയിന്റ് അടിച്ച് അതിനെ പുതുക്കി പുതുക്കി പണിഞ്ഞ് അതിനെ ഇങ്ങനെ സൂക്ഷിച്ച് അതിനെ പ്രൊജക്ട് ചെയ്യാതെ അതിന്റെ അകത്തിരിക്കുന്നത് എന്താണെന്ന് നീ ഉറപ്പുവരുത്തുക. ഹല്ലേലൂയ. പുറത്തിരിക്കുന്ന മൺകൂടത്തിനല്ല വില, അതിനകത്ത് വന്നിരിക്കുന്ന നിക്ഷേപത്തിനാ വില. ആ നിക്ഷേപം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നവരായിട്ട് നമുക്ക് തീരാം. വ്യാജ ഉപദേശങ്ങളെ സ്വീകരിക്കുന്നവരായിട്ടല്ല. എനിക്ക് സന്തോഷം തരുന്ന, എനിക്ക് ഉത്തേജനം തരുന്ന, ഹല്ലേലൂയ, എന്നെ വേറൊരു ലെവലിലേക്ക് എത്തിക്കുന്ന, ഹല്ലേലൂയ, എനിക്കൊരു സോളിഡ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരവസ്ഥയിലേക്ക് എന്നെ എത്തിക്കുന്ന, അത് ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമല്ല, അതിനെല്ലാ മതങ്ങളിലുമുണ്ട്. നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ സഹോദരന്മാരെ, നിങ്ങൾ ഇതൊന്നും വേണ്ട, നല്ല നല്ല പ്രഭാഷണങ്ങളുണ്ട്. ബുദ്ധമത സന്യാസിമാരുടെ പ്രഭാഷണം കേട്ടുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞ് വി കം ടു അനദർ ലെവൽ. ഒരു സോളിഷ് ആയിട്ടുള്ള, അവര് നമ്മുടെ സോളിനെ സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിൽ അത് പല കാര്യങ്ങൾ അവർ ചേർത്ത് അവർ സംസാരിക്കും. പലതും നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചാർജ്ഡായിട്ട് നമ്മൾ ഇറങ്ങി വരും. പക്ഷേ എന്താ പറ്റുന്നതെന്ന് അറിയാമോ? ചാർജ് ആകുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ സോളും ബോഡിയുമാണ്, പക്ഷേ ആത്മാവ് സീറോ. ആ ഒരവസ്ഥയിലേക്ക് ദൈവ പൈതലേ നീയും ഞാനും മാറിപ്പോകരുത്. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. മൂന്നാമത്തേത്, ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ലിസൺ ടു ഗാഡ് വെൻ അവർ ഹാർട്ട്സ് ആർ അൺക്ലീൻ. ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ലിസൺ ടു ഗാഡ് വെൻ അവർ ഹാർട്ട്സ് ആർ അൺക്ലീൻ. എത്ര ഉപവസിച്ചാലും ശരി, എത്ര പ്രാർത്ഥിച്ചാലും ശരി, എത്ര വചനം ധ്യാനിച്ചാലും ശരി, നമ്മുടെ ഹൃദയം ക്ലീൻ അല്ലെങ്കിൽ, നമ്മുടെ ഹൃദയം കഴുകപ്പെട്ടതല്ലെങ്കിൽ, നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടതല്ലെങ്കിൽ ദൈവശബ്ദം നമ്മൾ ഒരിക്കലും കേൾക്കില്ല. നമ്മൾ മറ്റു പല ശബ്ദവുമായിരിക്കും കേൾക്കുന്നത്. മറന്നു പോകരുതേ സഹോദരങ്ങളെ. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 6:10 പറയുന്നു, അവരുടെ ചെവിക്ക് പരിച്ഛേദന ഇല്ലായികയാൽ ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയുകയില്ല. യഹോവയുടെ വചനം അവർക്ക് നിന്ദയായിരിക്കുന്നു, അവർക്കതിൽ ഇഷ്ടമില്ല. Behold, their ears are uncircumcised, they cannot listen. Behold, the word of the Lord is to them an object of scorn, they take no pleasure in it. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ കറക്റ്റ് ചെയ്യുന്ന, നമ്മളെ പണിയുന്ന, നമ്മളിലെ ആത്മീക കുഷ്ഠത്തെ വെളിപ്പെടുത്തി കാണിക്കുന്ന ആ ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ പേജുകൾ മാറ്റുന്നത്, നമ്മളെ ചെവി അടയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? കർത്താവിൻ്റെ വചനം പറയുന്നു, യു ഹാവ് ആൻ അൺസർക്കംസൈസ്ഡ് ഇയർ. പരിച്ഛേദന ചെയ്യപ്പെടാത്ത ഒരു ചെവിയാണ് നിനക്കുള്ളത്. പരിച്ഛേദന കാണിക്കുന്നത് എന്താണെന്നറിയാമോ? കവനന്റ് വിത്ത് ഗാഡ്. അതാണ് പരിച്ഛേദന. ദൈവമേ, ഹല്ലേലൂയ, എന്നെ നിനക്കായി ശ്രദ്ധിച്ചു കേൾക്കണമേ. എൻ്റെ ദൈവമേ, എന്നെ നിനക്കായി സമർപ്പിക്കുന്നു. യഹോവേ, ഞാൻ നിനക്കുള്ളവനെന്ന് പറയുന്നതാണ് പരിച്ഛേദന. അതിൻ്റെ അടയാളമാണ് പരിച്ഛേദന. എൻ്റെ ചെവിയെ പരിച്ഛേദന ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ? ദൈവശബ്ദം കേൾക്കുന്നതിന് വേണ്ടി എൻ്റെ ചെവിയെ ഏൽപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. മുമ്പേ പറഞ്ഞിട്ട് കൂട്ട്, എൻ്റെ ജഡത്തെ ഉത്തേജിപ്പിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഉത്തേജിക്കപ്പെടത്തില്ല. കാരണം അതറിയാം, എനിക്കറിയാം ഇത് പോയിസൺ ആണെന്നറിയാം. ഞാൻ ചിന്തിക്കുന്നത് എന്തെന്നറിയാമോ? എന്നിലേക്ക് ദൈവശബ്ദം കടന്നു വരുമ്പോൾ അത് ദൈവശബ്ദമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് എന്തെന്നറിയാമോ? ദാറ്റ് ക്യാരീസ് എ മെസ്സേജ് ടു മൈ സ്പിരിറ്റ്. എൻ്റെ ആത്മാവിനോടൊരു ദൂത് അതിനകത്തുണ്ട്. എൻ്റെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു ദൂത് അതിനകത്തുണ്ട്. ലോകത്തിൽ ആർക്കും അറിയാത്ത എൻ്റെ ജീവിതത്തിന്റെ ചില കുറവുകളെ ആ ദൂത് വെളിപ്പെടുത്തി തരും. എനിക്ക് മറ്റാർക്കും അറിയില്ലത്. That is evident that it is from God. It is not from the preacher. It is not from the speaker.
ഇറ്റ് ഈസ് ഫ്രം ഗോഡ് ബിക്കോസ് ഇറ്റ് ഈസ് പോയിന്റിങ് ടു മീ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ്, an uncircumcised heart cannot listen. നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ടാണ് ദൈവവചനം കേൾക്കുമ്പോഴൊക്കെ ഉറക്കം വരുന്നത്. അങ്ങനല്ല. We have an uncircumcised heart. We have an uncircumcised heart. കുഞ്ഞ് എത്ര ക്ഷീണിച്ച് കിടന്നുറങ്ങുക എന്ന് വെച്ചോ, മമ്മി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് മോനെ നിന്ന് വിളിക്കുമ്പോൾ ഉണ്ടല്ലോ, കുഞ്ഞ് ചാടി എണീക്കും. കാരണം ആ ശബ്ദത്തിന് വേണ്ടി കാത്തിരുന്ന് ഉറങ്ങിപ്പോയി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മൾ പലപ്പോഴും എനിക്ക് ക്ഷീണമാണെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ട് മാത്രമല്ല. കാരണം എന്നറിയാമോ? ആത്മാവിനകത്ത് ഒരുക്കമില്ല. നമ്മൾ ആരെങ്കിലും കർത്താവിൻ്റെ കാഹളം ധരിക്കുമ്പോൾ പറയുമോ, കഴിഞ്ഞ നൈറ്റ് ഡ്യൂട്ടി 3 നൈറ്റ് കഴിഞ്ഞിട്ട് വന്ന് കിടന്നുറങ്ങുമോ, ഇച്ചിരി കഴിഞ്ഞ് കാഹളം ധരിച്ചാൽ മതി എന്ന് പറയുമോ? ഇല്ല. ഇഫ് യു ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്, യു വിൽ നെവർ എവർ സേ വെയിറ്റ് ലോർഡ്. നോ, ഐ ആം റെഡി ഓൾ ദ ടൈം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഏറ്റവും നല്ലൊരു ട്രിപ്പിന് പോകുകയെന്ന് കരുതിക്കോ, വല്ല പാരീസിലോ ഡിസ്നി ലാൻഡിലോ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം, കുറേ കാലമായിട്ട് കാണുവാൻ ആഗ്രഹിച്ച സ്ഥലം. ചിലപ്പോൾ നമ്മൾ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലം പോയി കാണണം, കർത്താവ് നടത്തുമൊക്കെ എന്ന് കാണണമെന്നൊക്കെയുള്ള ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെന്ന് വെച്ചു. ഹല്ലേലൂയ. ദർ ഇസ് നത്തിങ്, അതൊന്നും റോങ് ആണെന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന പോയിന്റ് ഇതാ, അങ്ങനെ ഒരു ട്രിപ്പ് നാളെ ഉണ്ടെന്ന് വെച്ചു. ഹല്ലേലൂയ. നമ്മൾ ക്ഷീണം വല്ലതും പറയുമോ? ഇന്നത്തെ രാത്രി മുഴുവൻ നൈറ്റ് ഡ്യൂട്ടി ഇന്നലെ 2-3 ദിവസം നൈറ്റ് ഡ്യൂട്ടി ചെയ്താലും 3-4 ദിവസം നൈറ്റ് ഡ്യൂട്ടി ചെയ്താലും നാളെ അങ്ങനെ ഒരു ട്രിപ്പിന് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ റെഡിയാണ് പോകാൻ. എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് സംതിങ് വി ലൈക്ക്, ഇറ്റ് ഈസ് സംതിങ് വി ലവ്. നമ്മൾ ഒത്തിരി അതിനെ ഇഷ്ടപ്പെടുന്നു, നമ്മൾ ഒത്തിരി അതിനെ സ്നേഹിക്കുന്നു, അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളാരും അതിന് എക്സ്ക്യൂസ് പറയത്തില്ല. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫോൾസ് പ്രോമിസ് ഒക്കെ അതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫോൾസ് പ്രോമിസ്, ഈ തെറ്റായിട്ടുള്ള വാഗ്ദത്തങ്ങൾ എന്താണെന്നറിയാമോ? അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരോട് പറയുന്നത്, അല്ലേ? ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കാം, ഐഫോൺ വാങ്ങിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യാം. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ പറയൂ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവരോട് പറയത്തില്ല. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ ഹൃദയത്തിനകത്ത് പരിച്ഛേദന വരുമ്പോൾ, പരിച്ഛേദന എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി ചിലത് മുറിച്ചു മാറ്റുന്ന അനുഭവം. കർത്താവിന് വേണ്ടി ചിലത് മുറിച്ചു മാറ്റുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് എ വിസിബിൾ സൈൻ ദാറ്റ് ഐ ആം കമ്മിറ്റഡ് ടു ദ ലോർഡ്, ഐ ആം എ സെർവന്റ് ടു ദ ലോർഡ്, ആൻഡ് ലൈഫ് ലോങ് ഐ ആം ഇൻ കവനന്റ് വിത്ത് മൈ ഗോഡ്. എൻ്റെ ദൈവവുമായി ഞാൻ ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്നു. ഇതുവരെ ഉള്ളതുപോലെയല്ല. ഗോയിങ് ഫോർവേഡ്, മുന്നോട്ടുള്ള കാലങ്ങളിൽ എനിക്ക് വ്യത്യസ്തമായ ഒരു നടപ്പുണ്ട്, എനിക്ക് വ്യത്യസ്തമായ ഒരു രീതിയുണ്ട്, എനിക്ക് വ്യത്യസ്തമായ ഒരു ലക്ഷ്യമുണ്ട്. ഇതുവരെ കടന്നതുപോലെയല്ല, ഒരു പുതിയ ജീവിതം ഞാൻ ആരംഭിക്കുന്നു. ദാറ്റ് ഈസ് ദ കവനന്റ്. അതാണ് സർക്കംസിഷൻ കാണിക്കുന്നത്. കർത്താവ് പറയുന്ന അങ്ങനെ ഒരു ഹൃദയമില്ലെങ്കിൽ ദൈവശബ്ദം ഒരിക്കലും കേൾക്കത്തില്ല കേട്ടോ. ഒരാൾ ഇവിടെ നിന്ന് എത്ര പ്രസംഗിച്ചാലും 4, 3, 4, 5, 10 പേര് കേട്ടെന്നിരിക്കും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യു മേ ബി എ റെഗുലർ വിസിറ്റർ ഇൻ ദ ചർച്ച്, ഓർ യു മേ എന്നും സഭയിൽ വരുന്ന വ്യക്തിയായിരിക്കാം, എന്നും വചനം വായിക്കുന്ന വ്യക്തിയായിരിക്കാം, എന്നും വചനം പഠിക്കുന്ന വ്യക്തിയായിരിക്കാം, എന്നും വചനം പഠിപ്പിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ദൈവശബ്ദം കേൾക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എ ഹാർട്ട് വിച്ച് ഈസ് അൺസർക്കംസൈസ്ഡ്. ശുദ്ധീകരണം വരാത്ത ഒരു ഹൃദയത്തിനകത്ത് ശുദ്ധീകരണം വരുമ്പോൾ കണ്ണ് നിറയും നമ്മുടെ ജീവിതത്തിൽ. ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് നമുക്ക് കരയാനേ നേരമുണ്ടാവത്തുള്ളൂ, നമുക്ക് പ്രാർത്ഥിക്കാൻ വാക്കുകൾ കിട്ടത്തില്ല. ആ സമയത്താണ് അന്യഭാഷയൊക്കെ നമ്മുടെ നാവിൽ കടന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം നോർമൽ ലാംഗ്വേജിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സ്റ്റേറ്റ് ആയിരിക്കത്തില്ല നമ്മൾ. വി ഡോണ്ട് നോ വാട്ട് ടു പ്രേ. എത്രയോ നാളുകളിൽ എത്രയോ സമയങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ മുടങ്കാലിരിക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല, എങ്ങനെ മാത്രം അടിക്കും. കാരണം എന്താണെന്നറിയാമോ? എന്നെ ദൈവം സ്നേഹിക്കുന്ന വഴികൾ ഓർത്താൽ, എന്നോട് ദൈവം ക്ഷമിച്ച വഴികൾ ഓർത്താൽ, എന്നെ അവിടുന്ന് സ്നേഹിച്ച വഴികൾ ഓർത്താൽ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ ശബ്ദം കേൾക്കണം. കർത്താവിൻ്റെ ശബ്ദം നീ കേട്ട് കഴിഞ്ഞാൽ പ്രതികൂലം നിനക്കൊരു പ്രശ്നമല്ല, ശത്രുക്കൾ നിനക്കൊരു പ്രശ്നമല്ല, എതിരുകൾ നിനക്കൊരു പ്രശ്നമല്ല. നാളത്തെ ദിവസത്തെ ഓർത്ത് നീ വ്യാകുലപ്പെടത്തില്ല, മരണത്തെ നീ പേടിക്കത്തില്ല, നിന്റെ ഭാവിയെ നീ പേടിക്കത്തില്ല. നിനക്ക് nothing, you don't worry about anything, you worry about only one thing, whether God is pleased with me or not. അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് ദൈവമക്കളെ നമുക്ക് കടന്നു വരാം. അതുകൊണ്ട് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 4:4 പറയുന്നത്, circumcise yourself to the Lord, remove the foreskin of your hearts.
ആരെങ്കിലും ഒന്ന് വായിച്ചു ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 4:4. ഹല്ലേലൂയ. നിങ്ങളെ തന്നെ കർത്താവിന് പരിച്ഛേദന ചെയ്യുവിൻ. 4:4 ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം. ആ ആ ആ നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്കളയുവിൻ. ഈ ദിവസങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതാ. കർത്താവേ, ഞാൻ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, എനിക്കുള്ളതിനെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു, അങ്ങ് എനിക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നില്ല അത്രമാത്രം. എൻ്റെ ഹൃദയത്തെ ഒന്ന് പരിച്ഛേദന ചെയ്യാൻ. പരിച്ഛേദനയുടെ അനുഭവം എന്ന് പറയുന്നത് ഒരല്പവേദനയുടെ അനുഭവമാണ്. പരിച്ഛേദനയുടെ അനുഭവം എന്ന് പറയുന്നത് കുറച്ച് മാറിയിരിക്കേണ്ട അനുഭവമാണ്. അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പരിച്ഛേദനയുടെ അനുഭവം എന്ന് പറയുന്നത് അത്ര സുഖകരവും സന്തോഷകരവുമായ അനുഭവമല്ല. കർത്താവ് പറയുന്നുണ്ട്, ഹൃദയത്തെ പരിച്ഛേദന ചെയ്യണം നിനക്ക് എൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു, ഹൂ ഈസ് ബ്ലൈൻഡ് ബട്ട് മൈ സെർവന്റ് ആൻഡ് ഡെഫ് ലൈക്ക് ദ മെസ്സഞ്ചർ ഐ സെന്റ്, ഹൂ ഈസ് ബ്ലൈൻഡ് ലൈക്ക് ദ വൺ ഇൻ കവനന്റ് വിത്ത് മീ, ബ്ലൈൻഡ് ലൈക്ക് ദ സെർവന്റ് ഓഫ് ദ ലോർഡ്. എൻ്റെ ദാസനെ പോലെ കുരുടനാർ, ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ചെകിടനാർ. എൻ്റെ ദാസനെ പോലെ കുരുടനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈ സെർവന്റ് ഈസ് എ ബ്ലൈൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കണ്ണിന് മുമ്പിൽ മറ്റതെല്ലാം ബ്ലൈൻഡാണ്. അവന് ലോകത്തിന്റെ സുഖങ്ങളും സന്തോഷങ്ങളും കാണുമ്പോൾ അവൻ ഉന്മാദം കൊള്ളത്തില്ല. ഹല്ലേലൂയ. ലോകത്തിന്റെ വഴികൾ കാണുമ്പോൾ അവൻ ഉത്തേജിക്കപ്പെടത്തില്ല. ലോകത്തിന്റെ വാഗ്ദത്തങ്ങൾ കിട്ടുമ്പോൾ, പിശാച് വാഗ്ദത്തങ്ങൾ തരുമ്പോൾ, അവന്റെ ജഡത്തിൽ ഈ ലോകത്തിന്റെ വാഗ്ദത്തങ്ങൾ കടന്നു വരുമ്പോൾ അവൻ ഉത്തേജിക്കപ്പെടത്തില്ല, അവൾ ഉത്തേജിക്കപ്പെടത്തില്ല. He is blind towards so many things which God doesn't want him to look or doesn't want her to look. He is blind, he is deaf, and he knows what he has to listen, he knows what he has to avoid. And she knows what she needs to see, she knows what she shouldn't see. She knows what she has to enjoy, what she knows what she doesn't have to enjoy. നമുക്കൊരു ലൈൻ വരച്ചിട്ടുണ്ട്. കാരണം എന്തെന്നറിയാമോ? എൻ്റെ കണ്ണുകൾ പരിച്ഛേദന ചെയ്യപ്പെട്ടത്, എൻ്റെ കാതുകൾ പരിച്ഛേദന ചെയ്യപ്പെട്ടത്. കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. എന്താ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നറിയാമോ? നമ്മൾ തന്നെ ചിന്തിച്ച് നോക്ക്. നമ്മൾ എത്രയോ തവണ ദൈവവചനം വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ശബ്ദം കേട്ടതായിട്ട് നമുക്ക് എത്ര പേർക്ക് തോന്നുന്നുണ്ട്? ഹൃദയത്തിൻ്റെ ഉള്ളിൽ എഴുതപ്പെട്ടതായിട്ട്. കർത്താവിൻ്റെ ശബ്ദം കേട്ടു എന്നുള്ളതിന് തെളിവെന്തെന്നറിയാമോ? ഇമ്മീഡിയറ്റ്ലി ഇറ്റ് റെസ്പോൺസ്. ഭൂമി ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു എന്നുള്ളതിൻ്റെ തെളിവ് ഒന്നാമത്തെ ദിവസം കർത്താവ് കൽപ്പിച്ചു, ഭൂമി അത് കേട്ടെന്നുള്ളതിന് തെളിവ് എന്തുവാണെന്നറിയാമോ? സംതിങ് കെയിം ഔട്ട്. രണ്ടാമത്തെ ദിവസം കർത്താവ് സംസാരിച്ചു, ഭൂമി അത് കേട്ടു എന്നുള്ളതിന് തെളിവ് എന്തെന്നറിയാമോ? സംതിങ് കെയിം ഔട്ട്. അല്ലേ? ഒന്നാമത്തെ ദിവസം ദൈവശബ്ദം കേട്ടപ്പോൾ ഭൂമിയിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു. രണ്ടാമത്തെ ദിവസം സംഭവിച്ചു, മൂന്നാമത്തെ ദിവസം സംഭവിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവശബ്ദം നമ്മളിൽ കേട്ടു എന്നുള്ളതിൻ്റെ തെളിവെന്തെന്നറിയാമോ? നമ്മളിൽ ചിലത് സംഭവിക്കും. അത് ഡെഫിനറ്റാ. ദാറ്റ് ഈസ് 100%. നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ചിലത് സംഭവിക്കും. കാരണം അത് അവിടുത്തെ കൃപയാണ്, അവിടുത്തെ ആത്മാവാണ് അത് ചെയ്യുന്നത്. ദൈവശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ അറിവ് വർദ്ധിച്ചേക്കാം. വചനം ഇഷ്ടം പോലെ നമ്മൾ വായിച്ച് നമ്മുടെ വചനം അറിവ് വർദ്ധിപ്പിച്ചേക്കാം. പ്രസംഗങ്ങളെ കേട്ട് പോയിന്റുകൾ വർദ്ധിപ്പിച്ചേക്കാം. പക്ഷേ ജീവിതത്തിൻ്റെ ഉള്ളിൽ there is a hollowness, ഒരു emptiness, no satisfaction. There is something wrong. Years ago, കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ പറയാറുണ്ട്, എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയാറുണ്ട്, സംതിങ് ഈസ് റോങ് ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദാറ്റ്. എനിക്കൊരു ഫീലിംഗ് ഇപ്പോഴല്ല, ചില വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ദിവസം മാത്രമല്ല, അടുപ്പിച്ച് കുറച്ച് നാളുകൾ അതിനെ വേട്ടയാടി. ഐ യൂസ് ടു ടെൽ മൈ വൈഫ്, there is something drastically wrong but I don't know what is that. I don't know what is that. എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ എൻ്റെ ഉള്ളിലൊരു പ്രശ്നമുണ്ട്, എൻ്റെ ഉള്ളിലോ എന്തോ എനിക്കൊരു something is there which doesn't give me a comfort in my spirit but I don't know what it is. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഉണ്ടായേക്കാം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, if it is speaking to you, take it seriously. Go on to your knee before God. Tell him, God speak to my heart. God speak to my heart. കർത്താവേ, എൻ്റെ ഹൃദയത്തോട് സംസാരിക്കണമേ.
കാരണം നമുക്കൊരു പരിച്ഛേദനയുള്ള ചെവി കിട്ടണം, പരിച്ഛേദനയുള്ള ഹൃദയം നമുക്ക് കിട്ടണം. നാലാമത്, ഇഫ് യു ഡു നോട്ട് ലിസൺ ടു ഗാഡ്, ഗോഡ് വിൽ നോട്ട് ലിസൺ ടു അസ്. ഈ ലിസൺ ടു ഗോഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോണം, കേൾക്കുന്നതല്ല, അനുസരിക്കുന്നത്. ശ്രദ്ധിക്കണമേ. ഇഫ് യു ഡു നോട്ട് ലിസൺ ടു ഗാഡ്, ഗോഡ് വിൽ നോട്ട് ലിസൺ ടു യു. യെരമ്യാവിനോട് യഹോവയായ ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ? ആകയാൽ നീ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടി യാചനയോ പക്ഷപാതമോ കഴിക്കരുത്. അവർ അനർത്ഥ നിമിത്തം എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കുകയില്ല. ശ്രദ്ധിക്കണമേ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളെക്കുറിച്ച് ഇത് പറയാനിടയാകാതെ വരട്ടെ. ഏതെങ്കിലും ഒരു ദൈവ പൈതൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിനുള്ളിൽ ദൈവാത്മാവ് പറയാനിടയാകാതിട്ട് നീ ഇനി പ്രാർത്ഥിക്കേണ്ട ആ വിഷയത്തിൽ, കേട്ടോ. ദേ ഡോണ്ട് കെയർ മീ, then why should you pray about that? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉള്ളതല്ലേ, നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ പ്രാർത്ഥന വേണ്ടവരൊന്നും അവിടെ നിന്നും കാണത്തില്ല. അവർ വേറെ എവിടെയെങ്കിലുമൊക്കെ, അവർ വേറെ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ കിടന്ന് ഉപവസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അതാ ഇതിൻ്റെ മീനിങ്. ആർക്കാണോ ദൈവത്തിൻ്റെ കൃപ ആവശ്യം, അവർക്കാണോ ദൈവത്തിൻ്റെ കരുണ ആവശ്യം, that people have to be on their knee and with them you pray and God will work. സഹോദരന്മാരെ, പലപ്പോഴും ഇത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചില വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ God doesn't give me that comfort to pray for such things. കാരണം സഡൻലി കർത്താവ്, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് മാനുഷികമാണോ, എൻ്റെ ജഡത്തിൽ നിന്നുള്ളതാണോ? പക്ഷെ ദൈവവചനം ഞാൻ പഠിക്കും തോറും എനിക്ക് മനസ്സിലായി ദാറ്റ് ഈസ് ദ വിൽ ഓഫ് ഗാഡ്. നീ പ്രാർത്ഥിച്ച് അവർ മാറുന്നില്ലെങ്കിൽ, അവർക്ക് അനുഗ്രഹം വേണ്ടായെങ്കിൽ, അവർ വിടുവിക്കപ്പെടാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, അവരുടെ വഴികളിലേക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ, നീ എന്തിനാ അവർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്? നീ എന്തിനാ അവർക്ക് വേണ്ടി നിലവിളിക്കുന്നത്? ഇവിടെ പ്രവാചകനോട് ദൈവം ചോദിക്കുക, യഹോവ പറയുക, നീ അവർക്ക് വേണ്ടി പക്ഷപാതം കഴിക്കരുത്, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. നീ എത്ര പ്രാർത്ഥിച്ചാലും ശരി, ഞാൻ പ്രാർത്ഥന കേൾക്കത്തില്ല. ഇവിടെ എഴുതിയിരിക്കുന്നു, അവർ അനർത്ഥ നിമിത്തം എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കുകയില്ല. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 14-ാമത്തെ വാക്യം ഞാൻ നിങ്ങളോട് വായിച്ചത്. എന്നെ കേൾക്കുന്ന സഹോദരി, ഇറ്റ് ഈസ് സോ സീരിയസ് വെൻ ഗോഡ് ടെൽസ് ഹിസ് പീപ്പിൾ നോട്ട് ടു പ്രേ ഫോർ സംതിങ്. ഹല്ലേലൂയ. നമ്മുടെ പലരുടെയും ജീവിതത്തിൻ്റെ അനുഭവം ഇങ്ങനെയായി തീരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. നമുക്ക് കർത്താവിന് കൊടുക്കാൻ സമയമില്ലെങ്കിൽ, കർത്താവിൻ്റെ സഭയ്ക്ക് കൊടുക്കുവാൻ സമയമില്ലെങ്കിൽ, കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കാൻ സമയമില്ലെങ്കിൽ, മറ്റുള്ളവരെ കൊണ്ട് ദൈവം പ്രാർത്ഥിപ്പിക്കത്ത് പോലുമില്ല നമുക്ക് വേണ്ടി. എല്ലാവരും പറയും പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ചാറ്റിനകത്ത് വരും പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ, അല്ലെ ഫാസ്റ്റിംഗ് പ്രെയർ നോട്ട്സിനകത്ത് വരും പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ. പക്ഷേ പ്രാർത്ഥിക്കാനായിട്ട് എണീറ്റ് നിൽക്കുമ്പോൾ നിങ്ങളത് മറന്നു പോകും പ്രാർത്ഥിക്കാൻ. പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കത്തില്ല പ്രാർത്ഥിക്കാൻ. കാരണം എന്തെന്നറിയാമോ? യുവർ ഹാർട്ട്സ് ആർ നോട്ട് ദെയർ വിത്ത് ഗാഡ്. ഐസയ 1:15 നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:15 പറയുന്നു, നിങ്ങൾ കൈ മലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല, കാരണം നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. When you spread out your hands in prayer, I hide my eyes from you. Even when you offer many prayers, I am not listening. Your hands are full of blood. Full of blood എന്ന് പറഞ്ഞാൽ full of unrighteousness. അനീതി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഈ ലോകത്തെ സ്നേഹിക്കുന്നു, നിങ്ങൾ ഈ ലോകത്തിൻ്റെ വഴികളെ സ്നേഹിക്കുന്നു, നിങ്ങൾ ദുർമാർഗങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ കൂടുതൽ, ഞാൻ കാണിക്കാത്ത കരുണ നിങ്ങൾ കാണിക്കുന്നു. പലപ്പോഴും എന്നെ കുറച്ച് കൺഫ്യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴല്ല, കുറേ കാലങ്ങൾക്ക് മുമ്പ്. ഞാൻ ദൈവസന്നിധിയിലേക്ക് കുറച്ച് അടുത്ത് സീരിയസ് ആയിട്ട് എൻ്റെ ക്രിസ്തീയ ജീവിതം കാണുവാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ എന്നെ കൺഫ്യൂസ് ചെയ്തൊരു വിഷയമുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവേ, ഞാൻ കരുണ കാണിക്കുന്നില്ലയോ? ചില വിഷയങ്ങൾ എനിക്ക് കരുണ എന്താ വരാത്തത്? ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ. ഗോഡ് ഈസ് മൈ വിറ്റ്നസ്. ചില പ്രത്യേക വിഷയങ്ങളിൽ എനിക്ക് കരുണ, ഞാൻ ചിന്തിക്കുന്നത് ഞാൻ കരുണ കാണിക്കുന്നില്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ദൈവസന്നിധി ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, ഞാൻ കരുണ കാണിക്കുന്നില്ലേ? പക്ഷെ കർത്താവിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവ് ചിന്തിക്കുന്ന പോലെ ഞാൻ ചിന്തിക്കണം. കർത്താവ് പ്രാർത്ഥിക്കുന്ന പോലെ ഞാൻ പ്രാർത്ഥിക്കണം. കർത്താവ് കരയുന്നത് പോലെ കർത്താവ് കരയണം. കർത്താവ് എന്തിനു വേണ്ടി ജീവിച്ചു അതിനുവേണ്ടി ഞാൻ ജീവിക്കണം. കർത്താവ് എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിച്ചു അവർക്ക് വേണ്ടി അതങ്ങനെ അവരെ സ്നേഹിക്കണം. ഇവിടെ വചനം പറയുന്നത് അറിയാമോ? നമ്മുടെ കയ്യിൽ അധർമ്മം നാം കരുതിയിരിക്കുന്നെങ്കിൽ
നമ്മുടെ കയ്യിൽ അനീതി ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ നീതി നഷ്ടപ്പെട്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ ലോകസ്നേഹിയായി ദൈവത്തെ മാനിക്കാത്തുള്ള ഒരു ജീവിതമാണ് ജീവിക്കുന്നതെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവ് മുഖം തിരിക്കും. കർത്താവ് നമ്മളോട് കരുണ കാണിക്കത്തില്ല. കാരണം കർത്താവിൻ്റെ സഹായം നമ്മുടെ കൂടെ നിൽക്കത്തില്ല. ബിക്കോസ് ഹീ ഈസ് എ കവനന്റ് കീപ്പിംഗ് ഗാഡ്. അവൻ ഉടമ്പടി പാലിക്കുന്ന ദൈവമാണ്, ഉടമ്പടിയെ നോക്കുന്ന ദൈവമാണ്. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ലോകത്തിലുള്ള എല്ലാവരോടും കർത്താവ് കരുണ കാണിക്കുന്നുണ്ട് അല്ലേ? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യമൊക്കെ പഠിച്ചറിയാം. എന്തോന്നറിയാമോ? ദുഷ്പ്രവർത്തിക്കാരുടെ മേലും നീതികെട്ടവരുടെ മേലും നീതിമാന്മാരുടെ മേലും തന്നെ മഴ അയക്കുന്നുണ്ട്, ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്നെ സൂര്യനെ ഉദിക്കുന്ന ദൈവമാണ്. അവൻ നീതിയാണ് കാണിക്കുന്നത്, കർത്താവിൻ്റെ നന്മയാണ് കാണിക്കുന്നത്, അവൻ നല്ല ദൈവമാണെന്ന് കാണിക്കുന്നു. ദാറ്റ് ഈസ് എ കോർപ്പറേറ്റ് ബ്ലെസ്സിങ്. കർത്താവ് എല്ലാവർക്കും കൊടുക്കുന്ന ബ്ലെസ്സിങ്ങിൻ്റെ ഒരു കൂട്ടമാണ്. അതിനകത്ത് ചില ബ്ലെസ്സിങ് നമുക്ക് കിട്ടിയേക്കാം. പക്ഷേ ദൈവ മക്കളെന്നുള്ള സ്പെഷ്യൽ ബ്ലെസ്സിങ് ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടണമെങ്കിൽ വി നീഡ് ടു ബി അണ്ടർ ദാറ്റ് കവനന്റ്. ദൈവ പൈതൽ എന്നുള്ള ഉടമ്പടിയിൽ നമ്മൾ നിൽക്കണം. ദൈവ പൈതൽ എന്നുള്ള ഉടമ്പടിയിൽ നിൽക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരു കാര്യം നമ്മൾ ഓർക്കണമേ. ഉടമ്പടിയാണ് നമ്മളെ ദൈവമക്കളാക്കി തീർത്തത്. ആരിലൂടെ ഉള്ള ഉടമ്പടി? തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ഉള്ള ഉടമ്പടി, രക്തത്തിൽ, കർത്താവിൻ്റെ രക്തത്തിലൂടെയുള്ള ഉടമ്പടി. ആ ഉടമ്പടിയാണ് നമ്മളെ ദൈവമക്കളാക്കി തീർത്തത്. നമ്മൾ ആ ഉടമ്പടിയിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ ലോകക്കാരനായി ഈജിപ്തിൻ്റെ വഴിയിലാണ്. ഒന്ന് ചിന്തിച്ച് നോക്കി, ഈ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഒരു വലിയ ജനം മോശയുടെ കൂടെ പുറത്തോട്ട് വന്നെന്ന് വെച്ചു. ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാ ഇസ്രായേലും 100% ഇസ്രായേൽ വെളിയിൽ വന്ന് കാണുമെന്ന് എനിക്ക് വിശ്വാസം തോന്നുന്നില്ല കേട്ടോ. ബൈബിളിൽ അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല, പക്ഷെ ഞാൻ തോന്നുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ, ആ ഫറവോൻ്റെ കൊട്ടാരത്തിലൊക്കെ വലിയ വലിയ നിലയിലൊക്കെ ജോലി ചെയ്യുന്ന ചിലപ്പോൾ ഇസ്രായേൽ കാണുമായിരിക്കും ചിലപ്പോഴേ. ഞാൻ ഇങ്ങനെ ഭാവനയെ ചിന്തിക്കുക. അവരൊക്കെ ചിന്തിച്ച് കാണും, ഈ മോശയുടെ കൂടെ മണലാരണ്യത്തിൽ കൂടെ പോയി എത്ര കാലം എടുക്കും അവിടെ വരെ പോകാൻ, അതിനേക്കാട്ടും നല്ലത് ഇവിടെ കാണാൻ ജീവിക്കാം എന്ന് ചിന്തിച്ചവർ കാണും ചിലപ്പോൾ. ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കണമേ, അങ്ങനെ ചിന്തിച്ചവരൊക്കെ കാണും. ഞാൻ എന്താ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ ദൈവമക്കളെ? നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ കുറിച്ചുള്ള ദാഹം നമ്മുടെ ഇടയിൽ അകത്തില്ലെങ്കിൽ, ശ്രദ്ധിച്ച് കേൾക്കണമേ, വാട്ട് ഈസ് ദ മാർക്ക് ദാറ്റ് യു ആർ റീജനറേറ്റഡ്? വാട്ട് ഈസ് ദ മാർക്ക് ദാറ്റ് യു ആർ ട്രൂലി ബോൺ അഗെയിൻ? നീ ശരിക്കും ദൈവ പൈതലായി എന്നുള്ളതിൻ്റെ തെളിവ്, ശരിക്കും നീ വീണ്ടും ജനനം പ്രാപിച്ചു എന്നുള്ളതിൻ്റെ തെളിവ്, ശരിക്കും നീ ദൈവ മകളാണെന്നുള്ളതിൻ്റെ തെളിവ് എന്താണെന്നറിയാമോ? അകത്തെപ്പോഴും ദൈവത്തെക്കുറിച്ചൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവിക കാര്യങ്ങളിലൊരു താല്പര്യം നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവത്തോടുള്ള ഒരു സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള ഭയം നമ്മുടെ ഉള്ളിലുണ്ട്. ഇതൊന്നും നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ദൈവമക്കളല്ല. കാരണം അകത്ത് മാറ്റം വന്നിട്ടില്ല, പരിശുദ്ധാത്മാവ് അകത്തില്ല, വീണ്ടും ജനനം വന്നിട്ടില്ല. നമ്മൾ എവിടെയോ വെച്ച് കൈപൊക്കി ആരോ പിടിച്ച് സ്നാനപ്പെടുത്തി എന്നുള്ളതല്ലാതെ, സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ വെള്ളത്തെ മുക്കിപ്പൊക്കി എന്നുള്ളതല്ലാതെ അകത്ത് നമുക്ക് മാറ്റം വന്നിട്ടില്ല. ഈ സ്കിൻ കളയുന്ന സ്നേക്കിൻ്റെ കൂട്ടിരിക്കും. എന്താണെന്നറിയാമോ? പുറത്തുണ്ടായിരുന്ന ആ പാടെ, അതിനെന്താ പറയുന്നത്, പുറത്തെ സ്കിന്ന് പാമ്പം പടം, അത് തന്നെ, പാമ്പ് പടം പൊഴിക്കുന്നതിൻ്റെ കൂട്ട് പൊഴിച്ചു. പാമ്പ് പഴയ പടമായിരുന്നു, പഴയ സ്കിന്നായിരുന്നു, ഗോൺ ഓഫ്, പടം പൊഴിച്ചു. ഇപ്പം കേട്ടാൽ നല്ല തിളക്കമാണ്. പക്ഷെ അകത്തോ പോയിസണിനകത്ത് വല്ല വ്യത്യാസവും വന്നിട്ടുണ്ടോ? ഇല്ല. ദൈവസഭയ്ക്കകത്തുള്ള പലരും അങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചുറ്റുപാടം നോക്കിക്കഴിയുമ്പോൾ മിനുക്കമൊക്കെ ഉണ്ട്, പഴയ പോലെ ഒന്നുമല്ല, നല്ല കളറൊക്കെ ഉണ്ട്, കുറച്ചുകൂടെ കൊഴുത്തിട്ടുണ്ട്, സുന്ദരന്മാരും സുന്ദരിക്കുട്ടികളൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷെ അകത്തുള്ള വിഷത്തിനൊരു മാറ്റവുമില്ല. കാരണം പാമ്പ് എപ്പോഴും പാമ്പാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത മാറ്റം സംഭവിക്കണം. അത് കണ്ണുനീരിലൂടെ അല്ലാതെ, ആ ഉടമ്പടിയിലുള്ള സമർപ്പണത്തിലല്ലാതെ, കർത്താവിനെക്കുറിച്ചുള്ള ദൈവഭയത്തിലല്ലാതെ, ഹല്ലേലൂയ, ഈ ദൈവവചനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിന് ആ മാറ്റം സംഭവിക്കത്തില്ല. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. 5-ാമത്തത്, refusing to listen to God is the worst kind of stubbornness. ദൈവശബ്ദം കേൾക്കുവാൻ നമ്മൾ ശാഠ്യം പിടിക്കുകയാണെങ്കിൽ, ഇതെനിക്ക് കേൾക്കണ്ടെന്ന് നമ്മൾ പറയുന്നെങ്കിൽ, ദൈവവചനത്തെ നമ്മൾ മത്സരിക്കുകയാണെങ്കിൽ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശാഠ്യമാണത്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 16:12 പറയുന്നു, നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തിരിക്കുന്നു.
നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വാക്ക് കേൾക്കാതെ താൻ താൻ്റെ ദുഷ്ടഹൃദയത്തിലെ ശാഠ്യമനുസരിച്ച് നടക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷിൽ, എവ്രി വൺ ഓഫ് യു ഫോളോസ് ഹിസ് ഓൺ stubborn evil will, refusing to listen to me. വീണ്ടും കണ്ടിന്യൂ ചെയ്ത് 32-33 പറയുന്നു, അവർ മുഖമല്ല പുറമത്രേ എങ്കിലേക്ക് തിരിച്ചിരിക്കുന്നത്, ഞാൻ ഇടപെടാതെ അവരെ ഉപദേശിച്ച് പഠിപ്പിച്ചിട്ടും ഉപദേശം കൈക്കൊള്ളുവാൻ അവർ മനസ്സ് വെച്ചില്ല. ശ്രദ്ധിക്കണമേ, ദിസ് ഇസ് ഗോഡ് സ്പീക്കിംഗ്. ഞാൻ അവരെ ഉപദേശിച്ചിട്ട്, ഞാൻ അവരെ പഠിപ്പിച്ചിട്ട്, വിവിധ മുഖാന്തരങ്ങളിലൂടെ അവരോട് ഇടപെടുവാൻ ശ്രമിച്ചിട്ടും അവര് മുഖമല്ല പുറമാണ് എനിക്ക് തിരിക്കുന്നത്. They don't give me face, but they are showing their back to me. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഈസ് ഇറ്റ് ട്രൂ ഇൻ സം ഓഫ് അവർ ലൈഫ്സ്? നമ്മളിൽ ചിലരുടെ ജീവിതത്തിൽ ഇത് സത്യമാണോ? കഴിഞ്ഞ നാളുകളിൽ എത്രയോ തവണ കർത്താവിന്റെ ശബ്ദം നമ്മൾ കേട്ടു. അത് തന്നെ ഇപ്പോഴും നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പിടിവാശി ഇത് എന്നോടുള്ളതല്ല, ഇത് ഈ പുള്ളിക്കാരൻ എന്തോ വെച്ചോണ്ട് എന്നെ കുറിച്ചല്ല. ഞാനിത് ഒരു എക്സാമ്പിൾ പറയുക. മുന്നിൽ നിന്നൊരാൾ സംസാരിക്കുമ്പോൾ, ഒരാളെ ദൈവം ഉപയോഗിക്കുമ്പോൾ, അത് സഹോദരി ആയിക്കൊള്ളട്ടെ, സഹോദരനായിക്കൊള്ളട്ടെ, നമ്മൾ പറയുക ഈ ആൾ എന്തോ ഉദ്ദേശിച്ചുകൊണ്ട് പറയുക. ആളിന് എന്തോ കിട്ടാനാ നീ മാറിയിട്ട്? നിനക്ക് മാനസാന്തരം വന്നിട്ട് ആ പ്രസംഗിക്കുന്ന ആളിന് എന്തോ കിട്ടും? ഒന്നും കിട്ടാനില്ല. ആ വ്യക്തിക്ക് ദൈവം കൊടുത്ത ഭാരമാണ് ആ വ്യക്തി സംസാരിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരൻ ഇവിടെ പറയുക, അവർ മുഖമല്ല പുറമത്രേ എങ്കിലേക്ക് തിരിച്ചിരിക്കുന്നത്, ഞാൻ ഇടപെടാതെ അവരെ ഉപദേശിച്ച് പഠിപ്പിച്ചിട്ടും ഉപദേശം കൈക്കൊള്ളുവാൻ അവർക്ക് മനസ്സില്ല. They have turned to me their back, not their face, and though I have taught them persistently, they have not listened to receive instruction. നമ്മുടെ ജീവിതത്തിൽ നാം ഒത്തിരി മാറേണ്ടിയിരിക്കുന്നു സഹോദരങ്ങളെ. കർത്താവ് ആവർത്തിച്ച് നമ്മളോട് സംസാരിക്കുമ്പോഴും, മുമ്പേ പറഞ്ഞതുപോലെ, നമ്മളെ കംഫർട്ട് ചെയ്യുന്ന പല വാക്കുകളും യൂട്യൂബിലൂടെയും അവിടുന്ന് ഇവിടുന്ന് കേൾക്കുമ്പോൾ നമ്മളിവിടെ കേട്ടതൊക്കെ മറന്നു പോകുകയാണ്. നമ്മളൊരു കംഫർട്ട് സോണിലേക്ക് വരികയാണ്. ബിക്കോസ് വി വറി അബൌട്ട് അവർ ഫിസിക്കൽ തിങ്സ്, വി വറി അബൌട്ട് അവർ ഫിസിക്കൽ വെൽബീയിങ്, വി ഡോണ്ട് കെയർ അബൌട്ട് അവർ സ്പിരിറ്റ്, വി ഡോണ്ട് കെയർ അബൌട്ട് അവർ ഇറ്റേണൽ ഡെസ്റ്റിനി. മുന്നോട്ട് നമ്മൾ വായിക്കാം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം, കാരണം വാട്ട് സ്റ്റോപ്സ് us ഫ്രം ലിസണിങ് എന്ന് പറഞ്ഞ് വേറൊരു പോയിന്റ് ഉണ്ട്. അതോടെ എനിക്ക് പറയേണ്ടത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. God is surprisingly patient with those who do not listen. This is another principle. നമ്മൾ ഇത്രയൊക്കെ കാണിച്ചിട്ടും കർത്താവ് ഒത്തിരി പേഷ്യൻ്റ് ആവുക. Nobody understands why. ശ്രദ്ധിക്കണമേ, നമ്മൾ ഇത്രയൊക്കെ കാണിക്കുന്നെങ്കിലും, ഇത്രയൊക്കെ ദൈവജനം ഇതൊക്കെ കാണിക്കുന്നെങ്കിലും ദൈവം സൈലൻ്റ് ആയിട്ടിരിക്കുക. ഒരു വലിയ മിസ്റ്ററിയാണ് അത് കേട്ടോ. പക്ഷേ ആ സൈലൻസ് റൺ ഔട്ട് ചെയ്യുന്ന ഒരു സമയം വരുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് 23 വർഷം ജെറമ്യാവ് പ്രസംഗിച്ചു. ജെറമ്യാവ് ഒരുപാട് പീഡനമേറ്റു കേട്ടോ. രാജാക്കന്മാരൊക്കെ ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. ഒരുപാട് പീഡനത്തിലൂടെ കടന്നുപോയ മനുഷ്യനാണ് ജെറമ്യാവ്. യെശയ്യാവ് അതുപോലെ. യെശയ്യാവിനെ നമുക്കറിയാമല്ലോ. മനശ്ശെ എന്ന് പറയുന്ന ചക്രവർത്തി, യഹൂദ രാജാവായ മനശ്ശെ യെശയ്യാവിനെ കൊന്നത് എങ്ങനെയാണെന്നറിയാമോ? യഹൂദ രാജാവാന്ന് ഓർത്തോണം. യഹൂദ രാജാവ് യഹൂദയിലെ പ്രവാചകനായ യെശയ്യാവിനെ കൊന്നത് എങ്ങനെയാണെന്നറിയാമോ? തലകീഴായിട്ട് നിർത്തിയിട്ട് നടുക്കൂടെ വാള് വെച്ച് സോൺ ഇൻ 2 പാർട്സ്, ഈർച്ചവാൾ കൊണ്ട് അറുത്താ കൊന്നെന്ന ചരിത്രം പറയുന്നത്. അത്ര ക്രൂവലായിരുന്നു ദൈവ മക്കളെന്ന് പറയുന്നവര് ദൈവദാസന്മാരോട് ചെയ്തത്. അതുപോലെയാണ് ഈ ജെറമ്യാവിനോട് അനുഭവിച്ചത്. 23 വർഷക്കാലം ജെറമ്യാവ് ഈ ജനത്തോട് ഓരോ ദിവസവും നിലവിളിച്ച് പറഞ്ഞു പ്രാർത്ഥിച്ചു. നിങ്ങൾ പോയി ആ വചനമൊക്കെ ഒന്ന് പഠിക്കണം, ജെറമ്യാവിൻ്റെ പുസ്തകം. They never came back. Then finally what happened? They were taken as captives to Babylon. ബാബിലോണിലെ പ്രവാസത്തിലേക്ക് ദൈവം തൻ്റെ ജനത്തെ വിട്ടുകൊടുത്തു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 3-4 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ആമോന്റെ മകനായ യഹൂദ രാജാവായ യോശിയാവിന്റെ 13-ാം ആണ്ട് മുതൽ ഇന്ന് വരെ ഈ 23 സംവത്സരം യഹോവയുടെ വചനം എനിക്കുണ്ടാവുകയും ഞാൻ ഇടപെടാതെ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടും നിങ്ങൾ കേട്ടില്ല. യഹോവ പ്രവാചകന്മാരായ തന്റെ സകലദാസന്മാരെയും ഇടപെടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ചിട്ടും നിങ്ങൾ കേട്ടില്ല. കേൾക്കാതെ വണ്ണം കേൾക്കുന്നതിന് വണ്ണം നിങ്ങളുടെ ചെവിയെ നിങ്ങൾ ചായ്ച്ചതുമില്ല. ഭയങ്കരമായത് നിങ്ങൾക്കറിയാമോ?
23 വർഷക്കാലം അവിടെ എഴുതിയിരിക്കുന്ന വ്യക്തമായി, 23 years I was speaking to you, you never gave your ears to me, you never listened to me. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് സോ, ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് സോ, 120 years Noah preached before the flood came. വെള്ളപ്പൊക്കത്തിന് മുമ്പ് 120ഓളം വർഷങ്ങൾ നോഹ പ്രസംഗിച്ചു. എന്തിന്? ജനത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി. I tell you, God is a patient God, but one day his patience runs out. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കണമേ, ഇത്രയൊക്കെ കേട്ടിട്ട് ഞാൻ മാറുന്നില്ല, ശരിയാ, പക്ഷേ എനിക്ക് കുഴപ്പമൊന്നും വരുന്നില്ലല്ലോ. ഈ കഴിഞ്ഞിടയ്ക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരാൾ ചോദിച്ച ചോദ്യമാ, നിങ്ങളൊന്നും പറയുന്നതിൻ്റെ കൂടെ ഞാൻ ആയില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നും വന്നിട്ടില്ലല്ലോ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എത്ര ഭയാനകം! ഇറ്റ് ഈസ് ഡിസാസ്ട്രസ്, ഇറ്റ് ഈസ് ഡിസാസ്ട്രസ്. 50-ാം സങ്കീർത്തനം താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഇവ നീ ചെയ്ത് നീ മിണ്ടാതിരിക്കുകയാൽ ഞാൻ നിന്നെ പോലെ ഉള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്താ അത്? നിങ്ങൾ 16 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ താഴേക്കൊന്ന് വായിച്ചു നോക്കണം. നീ ദുഷ്ടനോടുകൂടെ കൂട്ടാക്കട്ടെ, എൻ്റെ വചനത്തെ നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു, ദുഷ്ടനോട് നീ കൂട്ടുകൂടുന്നു, നിന്റെ അമ്മയുടെ സഹോദരന് വിരോധമായി നീ ഇരുന്ന് സംസാരിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയുക, ഇതൊക്കെയും നീ ചെയ്തിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് നീ വിചാരിച്ചു ഞാൻ നിന്നെ പോലുള്ളവനാണ്. അടുത്ത വാക്ക് 22-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ദൈവത്തെ മറക്കുന്നവനെ ഇത് ഓർത്തുകൊള്ളുക, ഞാൻ നിന്നെ പിച്ച് ചിന്തിക്കളയും, വിടുവിപ്പാൻ ആരുമുണ്ടാകുകയില്ല. God gives us time. When his patience runs out, he will do. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കണം. God eventually, the last point in that section, God eventually judges those who refuse to listen. There comes a day when God's patience runs out. The results are disastrous. അതുകൊണ്ട് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 35:17 പറയുകയാണ്, അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ പറഞ്ഞിട്ടും അവർ കേൾക്കുകയോ വിളിച്ചിട്ടും അവർ ഉത്തരം പറയുകയോ ചെയ്യുകയാകൊണ്ട് ഞാൻ യഹൂദയുടെ മേലും യെരൂശലേമിലെ സകല നിവാസികളുടെ മേലും അവർക്ക് വിധിച്ചിരിക്കുന്ന അനർത്ഥമൊക്കെയും വരുത്തും. ഞാൻ ആളയച്ച് വടക്കുള്ള സകല വംശങ്ങളെയും എൻ്റെ ദാസനായ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെയും ഈ ദേശത്തിന്റെ നേരെയും അതിലെ നിവാസികളുടെ നേരെയും ചുറ്റും വസിക്കുന്ന ഈ സകല ജാതികളുടെയും നേരെയും വരുത്തി അവരെ ഉന്മൂലനാശം ചെയ്ത് സ്തംഭനഹേതുവും പരിഹാസ വിഷയവും ശാശ്വത ശൂന്യവുമാക്കി തീർക്കും. ഞാൻ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും തിരുകലിന്റെ ഓച്ചയും വിളക്കിന്റെ വെളിച്ചവും അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവുമാകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. See, God gave them enough time, but they didn't turn back. കുറച്ച് സമയം മുന്നോട്ടുണ്ട്. ഞാൻ അടുത്തൊരു പോയിന്റ് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതുവരെ നമ്മൾ കേട്ടത് പ്രിൻസിപ്പിൾസ് ഓഫ് ഹിയറിംഗ് ഗാഡ്സ് വേർഡ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നമുക്കുള്ള തയ്യാറെടുപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, പെട്ടെന്ന് ഞാൻ പറഞ്ഞു നിർത്തുകയാണ്, വാട്ട് സ്റ്റോപ്സ് us ഹിയറിംഗ് ഗാഡ്സ് വേർഡ്? ദൈവവചനം കേൾക്കുന്നതിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്നത്, ദൈവവചനം കേൾക്കുന്ന പ്രസംഗം കേൾക്കുന്നതിന് തടസ്സപ്പെടുത്തുന്നു. നമ്മളെ ആരും തടസ്സപ്പെടുത്തുന്നുണ്ടോ? ഇത്രയും പേര് പ്രസംഗം കേൾക്കുന്നുണ്ടല്ലോ, ആരെങ്കിലും നമ്മളെ തടസ്സപ്പെടുത്തുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ വീട്ടിൽ മുറിയിലിരുന്നുകൊണ്ട് ബൈബിൾ വായിക്കുന്നതിന് ആർക്കെങ്കിലും തടസ്സമുണ്ടോ? പക്ഷേ ബൈബിൾ വായിക്കുന്നതും പ്രസംഗം കേൾക്കുന്നതുമല്ല ദൈവശബ്ദം കേൾക്കുന്നത്. ദൈവശബ്ദം കേൾക്കുന്നത് സ്പെസിഫിക്കലി ഗോഡ്സ് വോയിസ് കമ്മിങ് ഇൻ ടു ദ ഇയേഴ്സ് ഓഫ് യുവർ സ്പിരിറ്റ്. നിൻ്റെ ആത്മാവിൻ്റെ ചെവിക്കുള്ളിലേക്ക് ദൈവത്തിൻ്റെ ശബ്ദം ഇറങ്ങി വരുന്നതാണ് ദൈവശബ്ദം കേൾക്കുക. അതിന് തടസ്സം എന്താണെന്നറിയാമോ? നമ്പർ 1, സിൻ. സിൻ ഈസ് ദ ഫസ്റ്റ് ഹിൻഡ്രൻസ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:2 പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാത്തവണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. It is your sins that have cut off you from God. Because of your sins he has turned away and will not listen to you anymore. Sin is like a terrible infection. If it is not treated properly, it will affect the whole soul like cancer affecting the body. Sin എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷനാണ്. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. ആദമിൻ്റെ ജീവിതത്തിൽ ആദ്യം പാപം വന്നുകൊണ്ട് എത്ര പാപം ഉണ്ടായിരുന്നു അറിയാമോ? How many sins were in Adam and Eve? Only one. Can you ever imagine that? Only one sin was there in Adam and Eve. That was the disobedience. Later ആയിട്ട് വന്നപ്പോൾ നമ്മളിൽ എത്ര പാപമുണ്ട്? നമ്മൾ ആദമിൻ്റെ മക്കളല്ലേ?
ഓക്കെ, ആദമിൻ്റെ മകനായ കായീനിൽ എത്ര പാപം ഉണ്ടായിരുന്നു? രണ്ടാമത്തെ തലമുറയിൽ എത്ര പാപം ഉണ്ടായിരുന്നു? ഒരു പാപമേ ഉള്ളായിരുന്നു. ഹി വാസ് ഫുൾ ഓഫ് സിൻ. ഒരൊറ്റ പാപത്തെ നമ്മൾ ഡീൽ ചെയ്യാതെ വന്നാൽ അത് ഇൻഫെക്റ്റഡായിട്ട് ക്യാൻസർ ശരീരത്തിലേക്ക് ബാധിക്കുന്നത് പോലെ ഈ പാപം നമ്മുടെ ആത്മാവിനെ കവർന്നു തിന്നും. സിൻ സ്റ്റോപ്സ് യു ഫ്രം ഹിയറിംഗ് ഗാഡ്. ജീവിതത്തിൽ എന്തെങ്കിലും അൺകൺഫസ്ഡ് ആയിട്ടുള്ള സിൻസ് ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ആവർത്തിച്ച് നമ്മളെ കുത്തുന്നതായിട്ടുള്ളത് എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ, ബിഫോർ യു നീൽ ഡൗൺ, ഗോ ആൻഡ് ഡീൽ വിത്ത് ദാറ്റ് സിൻ ഫസ്റ്റ്. സിൻ എന്ന് പറഞ്ഞാൽ അഡൽട്ടറിയും പിന്നെ ബ്രൈബറിയും ഗ്രീഡും അതൊന്നുമല്ല സിൻ. സിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കുഡ് ബി എ ലിറ്റിൽ സ്മോൾ തിങ്. ഇറ്റ് കുഡ് ബി എ ലിറ്റിൽ സ്മോൾ തിങ് വിച്ച് ദ ഹോളി സ്പിരിറ്റ് ഡസന്റ് ഗിവ് us റെസ്റ്റ്. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് സ്വസ്ഥത തരാത്തവണ്ണം എന്തെങ്കിലും ഒരു ചെറിയ കാര്യമായിരിക്കും നമ്മുടെ ജീവിതത്തിലുള്ളത്. ബട്ട് ഡീൽ വിത്ത് ഇറ്റ് ഫസ്റ്റ് ബിഫോർ യു നീൽ ഡൗൺ, അതർവൈസ് യു വുഡ് നെവർ ലിസൺ ടു ഗോഡ്സ് വേർഡ്. പ്രസംഗം കേൾക്കും ഇഷ്ടംപോലെ, പ്രസംഗം മനസ്സിലാക്കാനും പറ്റിയേക്കാം, ദൈവവചനം ധ്യാനിക്കാൻ പറ്റിയേക്കാം, പക്ഷെ ദൈവശബ്ദം കേൾക്കാൻ പറ്റില്ല. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് പറയാനുണ്ട്. പ്രൈസ് ഗാഡ്. കർത്താവ് പറഞ്ഞു, അതുകൊണ്ടാണ് കർത്താവ് ഇറങ്ങി വന്നത് ഈ പാപത്തിന് പരിഹാരമായിട്ട് മരിക്കാൻ. ആ വൺ ഒബ്സ്റ്റക്കിളിനെ നമ്മുടെ മുമ്പിൽ നിന്ന് മാറ്റാനാണ് കർത്താവ് വന്നത്. ജീസസ് കെയിം ഫോർ ഓൺലി വൺ തിങ്, ടു ടേക്ക് അവേ അവർ സിൻസ്. Nothing else. Nothing else. Only to deal with the sin permanently. മനുഷ്യന്റെ പാപത്തിന് പൂർണ്ണ പരിഹാരമായി തീരാനാണ് യേശു കർത്താവ് വന്നത്. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ മനുഷ്യൻ നടക്കാൻ, നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ മടക്കിക്കൊണ്ടിരുവാൻ. ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയണമെന്നുണ്ട്, ഞാനിവിടെ നിർത്തുകയാണ്. ഹല്ലേലൂയ. ആ ഭാഗം വിട്ട് ഞാൻ പോവുകയാണ്. If you are having difficulty hearing God's voice, we need to take an account and see if there is any sin in our lives. Remember, God does not abide in sin. ദൈവവചനം പറയുന്നു, സങ്കീർത്തനങ്ങൾ 66:14 If I had cherished sin in my heart, the Lord would not have listened. എൻ്റെ ഹൃദയത്തിൽ പാപം കരുതിയിരുന്നുവെങ്കിൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുകയില്ലായിരുന്നു. Search me, God, and know my heart. Test me and know my anxious thoughts. See if there is any offensive way in me and lead me in the way of everlasting. Psalms 139 സങ്കീർത്തനങ്ങൾ 139:23 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, എന്നെ ശോധന ചെയ്ത് അറിയണമേ, വ്യസനത്തിലുള്ള മാർഗം ഉണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണമേ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, be serious. If I don't listen to God's word, there will be no change in my life. I will have no comfort. ഞാൻ again പറയുക, പ്രസംഗം കേൾക്കുന്നതിന് നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവും ഉണ്ടാകത്തില്ല, ബൈബിൾ വായിക്കുന്നതിന് നമ്മുടെ ജീവിതത്തിൽ കുറവൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ കുറവ് എവിടെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ദൈവശബ്ദം കേൾക്കുന്നതിൽ. ആ ദൈവശബ്ദം കേട്ടാൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിന് സന്തോഷം വരൂ. ആ ദൈവശബ്ദം കേട്ടാൽ മാത്രമേ മുന്നോട്ടുള്ള വഴികൾ തെളിഞ്ഞ് നമുക്ക് കാണാൻ പറ്റൂ. ആ ദൈവശബ്ദം കേട്ടാൽ മാത്രമേ ശുശ്രൂഷകൾ ദൈവഹിതപ്രകാരമായി മാറൂ. ആ ശബ്ദം കേട്ടാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ വ്യാപരിക്കൂ. നമ്മുടെ ആവശ്യം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക. ഒന്നാമത് കേട്ടത്, അതിന് തടസ്സമായി നിൽക്കുന്നത് പാപമാണ്. ഹല്ലേലൂയ. പാപത്തിൻ്റെ വഴികൾ 2 പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകുക. അൺബിലീഫ്, അവിശ്വാസം. That is lack of faith. The cause of the first sin was Eve doubted God. ആദ്യത്തെ പാപത്തിൻ്റെ കാരണം എന്തെന്നറിയാമോ? ദൈവത്തെ ഹൗവ വിശ്വസിച്ചില്ല. ഹൗവയോട് ദൈവം പറഞ്ഞു, ആദമിനോടും ഹൗവയോടും ദൈവം പറഞ്ഞു എന്തെന്നറിയാമോ? ഈ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. ദൈവം പറഞ്ഞതല്ലേ? പക്ഷെ പിശാച് എന്തോ പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. ആര് പറഞ്ഞത് അവൾ കേട്ടത്? She doubted God's word, but she listened to devil. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ആ ശബ്ദം കേട്ടിട്ട് നമ്മൾ സംശയിക്കും, ഇത് എന്നോടുള്ളതായിരിക്കത്തില്ല കേട്ടോ, എനിക്കങ്ങനെ തോന്നിയതായിരിക്കും ചിലപ്പോൾ. അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that you are putting doubt on God's word. It is to you God speaking, because He loves you so much, my brother, my sister. He loves me so much. He has some plans about my life and your life. He wants to accomplish so much from you, provided you and I are willing to put our life before Him. അതല്ല, നമുക്ക് വേണമെങ്കിൽ ഒരു ഫോൾസ് കംഫർട്ടിനകത്ത് ജീവിക്കാം. ഞാൻ അത് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഇത് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇത്രയും പ്രസംഗിക്കുന്നുണ്ടല്ലോ, ഇത്രയും പേരോട് പറയുന്നുണ്ടല്ലോ.
we can live in false security. But when we reach heaven, we know that everything worked out to be zero. കാരണം കർത്താവിൻ്റെ റെക്കോർഡുകളുണ്ട് നമ്മളോട് പറയുന്നതിനെല്ലാം. മുമ്പേ കേട്ടില്ലേ, ജെറമ്യാ ആ പുസ്തകത്തിൽ നിന്ന് കേട്ടില്ലേ, എത്ര പറഞ്ഞിട്ടും എത്ര ഉപദേശിച്ചിട്ടും നിങ്ങൾക്ക് തിരിഞ്ഞു വരാൻ മനസ്സില്ലെന്ന്. എന്നെ കേൾക്കുന്ന ദൈവപൈതലെ, എന്നോടും നിങ്ങളോടും കർത്താവ് അത് പറയുവാനിടയാവാതെ വരട്ടെ. അൺബിലീഫ്. ഞാൻ പെട്ടെന്ന് പോകുകയാണ്. ഇസ്രയേലിൻ്റെ വിൽഡർനെസ്, മരുഭൂമിയിൽ ഇസ്രയേൽ അലഞ്ഞത്, സംഖ്യാപുസ്തകം 14 അധ്യായത്തിൻ്റെ 34 വാക്യത്തിൽ വായിക്കുന്നത്, ആക്ച്വലി ദേ ഷുഡ് ഹാവ് ബീൻ ഇൻ ദാറ്റ് ലാൻഡ് ഇൻ 40 days. 40 ദിവസം കൊണ്ട് അവർക്ക് എത്താമായിരുന്നു. പക്ഷേ എത്ര ദിവസം അവരെടുത്തു? 40 വർഷം എടുത്തു. സംഖ്യാപുസ്തകം 14 അധ്യായം വായിച്ചാൽ മതി. താഴേക്ക് വന്ന് 34 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതി, ദേശം ഉറ്റുനോക്കിയ 40 ദിവസത്തിന്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ചുകൊണ്ട് എൻ്റെ അകൽച്ച അറിയും. ദൈവം അകന്നു മാറുമെന്ന, ദൈവം അകന്നു മാറി നിൽക്കുമെന്ന. പക്ഷെ ദൈവം വെള്ളം കൊടുക്കാതിരുന്നോ? ദൈവം മന്ന കൊടുക്കാതിരുന്നോ? ദൈവം അവർക്ക് ഷെയ്ഡ് കൊടുക്കാതിരുന്നോ? ദൈവം അവർക്ക് വെളിച്ചം കൊടുക്കാതിരുന്നോ? ഇതെല്ലാം ദൈവം കൊടുത്തു. പക്ഷെ ദൈവ സാന്നിധ്യം അവരിൽ നിന്നും മാറി നിന്നു. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ലൈഫ്. Blessings from God, but God is not there. ദൈവത്തിൽ നല്ല അനുഗ്രഹങ്ങളുമുണ്ട്, പക്ഷെ ദൈവമില്ല. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. ഒരനുഗ്രഹങ്ങളും ഇല്ലെങ്കിലും എനിക്ക് ദൈവം മതി എന്ന് ഞാനും നിങ്ങളും പറയണം ദൈവമക്കളെ. നമ്മളെപ്പോഴും അനുഗ്രഹത്തിൻ്റെ പുറത്താണ്. ദൈവം പുള്ളിക്കാരൻ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നും, നമുക്ക് അനുഗ്രഹം കിട്ടിയാൽ മതി. നമ്മുടെ മക്കൾ പറയുന്നുണ്ട്, അപ്പൻ്റെ അമ്മയുടെ സ്വത്ത് മതി, അപ്പനെ അമ്മയും വേണ്ട. നമ്മൾ ചിന്തിക്കണമേ സഹോദര സഹോദരി. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് മാത്രം എനിക്ക് മതി. അവിടുത്തെ അനുഗ്രഹം അങ്ങുണ്ടെങ്കിൽ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്, അത് മതിയല്ലോ. ഇഫ് യു ആർ വിത്ത് മീ, ദാറ്റ് ഇസ് മോർ ദാൻ ഇനഫ്. ഹല്ലേലൂയ. നമ്മുടെ കുഴപ്പം എന്തെന്നറിയാമോ? ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, വി ഹാവ് എ ബിഗ് മൗത്ത് വിത്ത് എ ബിഗ് ഗോഡ്, ബട്ട് എ സ്മോൾ ഹാർട്ട് വി ആർ ഫുൾ ഓഫ് കോംപ്രമൈസസ്. നമ്മുടെ വായിലുണ്ട്, നമ്മുടെ വായിൽ ദൈവമോ വലിയ ദൈവമാണ്. നമ്മുടെ പാട്ടുകളിൽ, നമ്മുടെ പ്രസംഗത്തിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ എല്ലാം ദൈവം 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 ദൈവം. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ദൈവമില്ല. ദാറ്റ് ഈസ് അവർ പ്രോബ്ലം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതുകൊണ്ട് വി ഷുഡൻറ്റ് ബി ഡൗട്ടേഴ്സ്. ഞാൻ പെട്ടെന്ന് ചില വാക്യങ്ങൾ പറഞ്ഞു പോവുകയാണ്, ഞാനതൊന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല. എബ്രായ ലേഖനം 3:19 പറയുന്നു, സോ വി സീ ദാറ്റ് ദേ വെർ അൺഏബിൾ ടു എൻ്റർ ബിക്കോസ് ഓഫ് അൺബിലീഫ്. അവിശ്വാസ നിമിത്തം അവർക്ക് അവിടെ എത്തുവാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ കാണുന്നു. 3:12 പറയുന്നു എബ്രായ ലേഖനം, ടേക്ക് ഹീഡ് ബ്രദറൻ ലെസ്റ്റ് ദേർ ബി ഇൻ എനി ഓഫ് യു ആൻ ഈവിൾ ഹാർട്ട് ഓഫ് അൺബിലീഫ് ഇൻ ഡിപ്പാർട്ടിംഗ് ഫ്രം ദ ലിവിംഗ് ഗോഡ്. ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുവാൻ തക്കവണ്ണം അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവേൻ. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം, അവിശ്വാസമുള്ള ഹൃദയത്തെ ദുഷ്ടഹൃദയമോ എന്നാണ് ദൈവാത്മാവ് പറയുന്നത്. പ്രൈസ് ഗാഡ്. 11:16 എബ്രായ ലേഖനത്തിൽ പറയുന്നു, ആൻഡ് വിത്തൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു പ്ലീസ് ഹിം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഇതൊക്കെ വളരെ മനോഹരമായ വാക്യമാണ്. 13:58 മത്തായിയുടെ സുവിശേഷം 13:58 പറയുന്നു, ആൻഡ് ഹി ഡിഡ് നോട്ട് ഡു മെനി മൈറ്റി വർക്ക്സ് ദേർ ബിക്കോസ് ഓഫ് ദെയർ അൺബിലീഫ്. അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ അത്ഭുത പ്രവൃത്തികളെ ചെയ്യുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. ഞാൻ വേഗം മുന്നോട്ട് പോവുകയാണ് സഹോദരങ്ങളെ. മൂന്നാമത്തേത് പ്രൈഡാണ്. അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഉണ്ട്. മാക്സിമം 5 മിനിറ്റ്സിൽ ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് തിങ് വി ഹേർഡ് സിൻ, സെക്കൻഡ് വി ഹേർഡ് അൺബിലീഫ്. 1 പാപം, 2 അവിശ്വാസം, 3 പ്രൈഡ്. പ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നിക്കളം, അഹന്ത, ഞാൻ ആരോ ആണെന്നുള്ള ഭാവം, ദൈവമില്ലെങ്കിലും എനിക്ക് ജീവിക്കാമെന്നുള്ള ഭാവം. പക്ഷെ നമ്മളത് പുറത്ത് പറയത്തില്ല, പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡിനകത്ത് നമുക്കതുണ്ട്. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കത്തില്ല. ഒരു കുഞ്ഞ് അപ്പനോടും അമ്മയോടും ആലോചന ചോദിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവക്കറിയാം എനിക്കെന്തുവാ ചെയ്യേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ സഹോദരങ്ങളെ? മുന്നിലിരിക്കുന്ന ഒരു കുഞ്ഞ് അവൻ്റെ അപ്പനോടും അമ്മയോടും ആലോചന ചോദിക്കുന്നില്ല. ഇഫ് ഹി ഡസന്റ് ആസ്ക് ദ ഗൈഡൻസ് ഫ്രം ഹിസ് ഡാഡ് ആൻഡ് ഇഫ് ഹി ഡസ് തിങ്സ് ഇൻ ഹിസ് ഓൺ വേ, വാട്ട് ഡസ് ഇറ്റ് സേ? He wants to be independent of his dad. എനിക്കറിയാം ഞാൻ എന്തുവാ ചെയ്യേണ്ടതെന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പരിശോധിക്കുക മക്കളെ. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും ദൈവത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? നമ്മൾ എത്ര പേര് ദൈവത്തോട് ആലോചന ചോദിക്കുന്നുണ്ട്? നമ്മൾ എത്ര പേര് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? കഴിഞ്ഞ നാളുകളിൽ ചില വചനങ്ങളൊക്കെ നമ്മുടെ വായിലൂടെ ഇങ്ങനെ ഒഴുകി വരുമായിരുന്നു. ഇന്ന് ആ വാക്കുകളൊക്കെ പറ്റിപ്പോയി നമ്മുടെ ജീവിതത്തിൽ. ഇന്നതൊക്കെ നമ്മൾ മറന്നുപോയി പറയാൻ.
കാരണം കുറേ നാളുകൾ അത് പറയാതിരിക്കാൻ നമ്മൾ ശ്രമിച്ച് അത് ഓർക്കാതിരിക്കാൻ ശ്രമിച്ച് ഇപ്പം അത് കംപ്ലീറ്റ്ലി പറ്റിപ്പോയി. മൂന്ന് നാല് ദിവസം മുമ്പ് കർത്താവിനോട് ആദ്യ സ്നേഹത്തെക്കുറിച്ച് കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങി. ആദ്യ സ്നേഹം, ഫസ്റ്റ് ലവ്. ഞാൻ കുറേയേറെ സമയം ആ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കി. എൻ്റെ ആദ്യ സ്നേഹത്തിനകത്ത് എന്തെങ്കിലും കുറവ് എനിക്ക് പറ്റിയിട്ടുണ്ടോ? ആദ്യ സ്നേഹത്തെ വലിയൊരു പാപമായിട്ടാണ് കാണിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായത്തിലെ എഫെസസ് സഭയുടെ ആദ്യ സ്നേഹം നിൻ്റെ വിട്ട് കളഞ്ഞു എന്ന് പറയുന്നത് ഒത്തിരി നല്ല കാര്യങ്ങൾ എഫെസസ് സഭ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഡീവിയേറ്റ് ചെയ്ത് പോകും. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പോകുന്നില്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. പക്ഷെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ആദ്യ സ്നേഹം പോയി. My brothers, my sisters, I doubt some of us have lost the first love. കർത്താവിനെ പണ്ട് സ്നേഹിക്കുന്ന പോലെ നമ്മളിൽ പലർക്കും സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ എപ്പോഴും കർത്താവിനോട് സംസാരിച്ചപ്പോൾ ഞാൻ എന്നിലേക്കാണ് നോക്കിയത്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഞാൻ അങ്ങോട്ട് സ്കാൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ കരഞ്ഞു, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും അതുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചു തരണം. ഞാൻ എന്ത് വില കൊടുക്കാനും തയ്യാറാണ്. ഞാൻ എന്ത് വില അങ്ങേക്ക് വേണ്ടി തരാനും തയ്യാറാണ്. ഫസ്റ്റ് ലവ്. Hallelujah. Pride. The sin that threw archangel out of heaven was pride. നമുക്കറിയാം, ആർക്കേഞ്ചലെ, ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ദൂതനെ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളിക്കളഞ്ഞത് അവൻ്റെ പ്രൈഡാണ്. ഐസയ 14, ഈസെക്കിയേൽ 28, യെശയ്യാവ് 14, യെഹെസ്കേൽ 28, ഈ 2 അധ്യായങ്ങൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് യെശയ്യാവ് 14 പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ കയറും, ഞാൻ എൻ്റെ സിംഹാസനം അത്യുന്നതന്റെ. ഞാൻ എന്നുള്ളത് 5 പ്രാവശ്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. മീ മൈസെൽഫ്, ഐ. ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ഐ ഉണ്ടോ? ഞാൻ. I tell you, my brother, my sister, you cannot listen from God. ദൈവശബ്ദം നിനക്ക് കേൾക്കാൻ കഴിയത്തില്ല. ഞാൻ ഈ പറയുന്ന വാക്യങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് നോക്കണം. യെശയ്യാവ് 14-ാം അധ്യായത്തിൻ്റെ ഐസയ 14:13 മുതലുള്ള വേഴ്സസ് ഞാൻ പറഞ്ഞു. ഓൾമോസ്റ്റ് 5 or 6 times ഐ. നമ്മുടെ ജീവിതത്തിൽ ആയി കടന്നു വരുന്നെങ്കിൽ, ഇൻക്ലൂഡിങ് മൈ ചിൽഡ്രൻ, ഐ ആം ടെല്ലിങ് യു, ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ഡിസ്ട്രക്ഷൻ. നാശത്തിൻ്റെ ആദ്യപടിയാണ് ഞാൻ പറയുന്നത് ശരി, ഞാൻ ചിന്തിക്കുന്നത് ശരി, ഞാൻ പോകുന്നത് ശരി, ഞാൻ കാണിക്കുന്നത് ശരി. ഈ ഞാൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കണമേ. പ്രൈസ് ഗാഡ്. ഈ ഞാനെന്നുള്ള ഭാവം ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകം 13-16 പോലുള്ള അധ്യായങ്ങളിൽ സാംസന്റെ ജീവിതം പഠിക്കുമ്പോൾ ഈ ഞാനെന്നുള്ള ഭാവം കടന്നു വന്നത് അവൻ്റെ വീഴ്ചയ്ക്ക് കാരണമായി തീർന്നത്. ഞാനതവിടെ നിർത്തുകയാണ്. സ്തോത്രം. കർത്താവിൻ്റെ വചനം പറയുന്നു, എബ്രായ ലേഖനം 3:15 പറയുന്നു, as has just been heard today, if you hear his voice, do not harden your heart as you did in the rebellion. മത്സരത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്തിയതുപോലെ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ കഠിനപ്പെടുത്തരുത്. അവിടെ എഴുതിയിരിക്കുന്നു. അടുത്ത വാക്യം പറഞ്ഞ് ഞാൻ നിർത്തിയ 2 minutes. ഐ എം സോറി ദാറ്റ് ഐ എം ടേക്കിംഗ് എ ഫ്യൂ മിനിറ്റ്സ് മോർ. കാരണം ഇതൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ലിറ്റിൽ സ്ട്രഗിൾ ചെയ്യുന്നത്. ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ഡിസ്ട്രാക്ഷൻസ്, അല്ലെങ്കിൽ ടു ബിസി. മൈ തിങ്സ് ടു ഡു, എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. ബി കെയർഫുൾ. ലൂക്കോസിന് ശേഷം 21:34-36 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന് മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇവിടെ മദ്യപാനം എന്ന് പറഞ്ഞേക്കുന്നത് എന്തോന്നറിയാമോ? നമ്മൾ കുടിക്കുന്ന വോഡ്കായോ വിസ്കിയോ ഒന്നും അല്ല. ഇവിടെ എഴുതിക്കുന്നത് നിങ്ങളുടെ ഹൃദയം മദ്യപാനത്താൽ നിറയരുതെന്ന. വെയിറ്റഡ് വിത്ത് സർഫ്, ഇംഗ്ലീഷ് എഴുതിക്കുന്ന സർഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ലോകചിന്തകൾ കടന്നു വരരുതെന്ന് ആദ്യം. കാരണം ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവമക്കൾ പറയും, ഞാൻ ഏതായാലും മദ്യപിക്കുന്ന ആളല്ല, അപ്പോൾ എനിക്കിതിനകത്ത് കുഴപ്പമില്ല. അതല്ല, നിങ്ങളുടെ ഹൃദയം നിങ്ങളെന്നല്ല എഴുതിയിരിക്കുന്നത്. യു ആർ ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി വെയ്റ്റഡ് ഡൗൺ വിത്ത് സർഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ആൻഡ് കെയർസ് ഓഫ് ലൈഫ്. സോ മെനി തിങ്സ് ആർ ദെയർ.
എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് കർത്താവിന് കൊടുക്കാൻ സമയമില്ലാത്ത ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അത് വളരെ അപകടമാണ്. ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയുകയില്ല. വി ലിവ് ഇൻ എ വേൾഡ് ആൻഡ് എ ടൈം when life is too busy. my to do list, എനിക്ക് ചെയ്യാനുള്ള ലിസ്റ്റ്. ഇന്നത്തെ നമ്മുടെ ഡയറികളെല്ലാം നോക്കിയേ. നമ്മളൊക്കെ ഡയറി എഴുതുന്നവരാണെങ്കിൽ ഡയറിയിലെല്ലാം നോക്കിയേ. നാളത്തെ ടൈം ടേബിളിൽ നോക്കിയേ. എല്ലാ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ അവിടെ എവിടെയെങ്കിലും ദൈവത്തിന് സമയം എഴുതിയിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കുക ദൈവമക്കളെ. അടുത്തൊരു വാക്യം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നോഹയുടെ കാലം പോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37 മുതൽ 39 വാക്യം വരെ പറയുന്നു, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തു പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. Is there anything wrong with marriage and getting married and all? There is nothing wrong. But the problem is this, you always think about the world. ഈ ലോകത്തിലുള്ള എൻ്റെ ജോലി, എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠിത്തം, എൻ്റെ ആ കാര്യങ്ങൾ, എൻ്റെ ഈ കാര്യങ്ങൾ, എൻ്റെ ആരോഗ്യം, എല്ലാം ഞാൻ ഈ ലോകത്തിലേക്കുള്ളത്. അതാ നോഹയുടെ കാലഘട്ടത്തെ പറ്റിയ കുഴപ്പം. They never thought about God. They never thought about God's judgment. They never thought about God's coming. കർത്താവ് ഇവിടെ പറയുക, ഒരു നാളെ കർത്താവ് വരും. നാം ഈ ധൃതി പിടിച്ച ജീവിതത്തിൽ ഈ വലിയ ലിസ്റ്റിനകത്ത് നമ്മൾ എമർജ്ഡായിട്ട് അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നാളിൽ കർത്താവിൻ്റെ കാഹളം ധരിക്കും. വി വിൽ ബി ഔട്ട് ബിക്കോസ് വി ആർ നോട്ട് റെഡി. ബീയിങ് സോ ബിസി ലൈഫ് വി മേ ടെൻഡ് ടു ബിക്കം പാസീവ് റാദർ ദാൻ ആക്റ്റീവ്. വി ഗോ വിത്ത് ദ ഫ്ലോ, ടേക്കിംഗ് നോ വാർണിംഗ് സീരിയസ്ലി ആൻഡ് നോ റെസ്പോൺസിബിലിറ്റി. നമ്മൾ ആക്റ്റീവ് ആകേണ്ടതിന് പകരം പാസീവായിട്ട് പോകും. കാരണം ഫ്ലോയിങ് വിത്ത് ദ ഫ്ലോ, ഒഴുക്കിനനുസരിച്ച് ഒഴുകിപ്പോകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. കർത്താവിൻ്റെ സന്നിധി ഞാൻ ഫ്യൂ മിനിറ്റ്സ് കൂടുതലെടുത്തു. അത് തീർക്കാൻ വേണ്ടിയാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ